ഹരി ഓം. മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയ ഒരു സത്സംഗത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കൊരു ധ്യാന കഥയിലോട്ട് കടക്കാം. ധ്യാന ഗുരുവിൻ്റെ കീഴിൽ ധ്യാന സാധന പരിശീലിച്ച ഒരു സാധകന് ധ്യാന ഗുരുവിൻ്റെ നിശബ്ദത മാനസിക പിരിമുറുക്കം വരുത്തി. അത് ഗുരുവിനെ അറിയിക്കുകയും ചെയ്തു. ധ്യാന സാധകൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു എന്താ മിണ്ടാത്തത്? ഗുരു മറു ചോദ്യം ചോദിച്ചു. ഗുരു നിശബ്ദനാകുന്നതല്ലേ നല്ലതല്ലേ? ധ്യാന സാധകൻ പറഞ്ഞു, ധ്യാന സാധകൻ നിശബ്ദനാകണമെങ്കിൽ ഗുരുവിൻ്റെ ശബ്ദം വേണം. തന്നിൽ നിശബ്ദതയുടെ കാരണം മനസ്സിലാക്കിയ സാധകനെ ഗുരു മാറോട് ചേർത്ത് കാണിച്ചു. ഈ ധ്യാന കഥ നമുക്ക് ഗുരുജി രചിച്ച ഈ ധ്യാന കഥയെ കുറിച്ച് മനനം ചെയ്തുകൊണ്ട് നമുക്ക് സത്സംഗത്തിലോട്ട് കടക്കാം. നാം ഇന്ന് നിൽക്കുന്ന നിലമ്പൂരിലെ ചോക്കാട് എന്ന പ്രദേശത്തിലെ ഗ്രാമദീപം എന്ന ഒരു ആശ്രമത്തിലാണ്. ഇത് സ്ഥാപിച്ച ദേവകിയമ്മ ടീച്ചറിനെ നമുക്ക് പരിചയപ്പെടാം. ദേവക ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. അമ്മയുടെ ബാല്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. വെറും പ്രാകൃതമായ ഒരു കുടുംബത്തിൽ, അതും ഒരു ഗ്രാമദേശത്ത്, 1945 ഒരു ദുർഗാഷ്ടമി നാളിലാണ് ജനനം എന്ന് മാത്രം അറിയാം. കുട്ടിക്കാലത്തെക്കുറിച്ച് അത്രേ പറയാൻ കഴിയൂ. പിന്നെ ഒരു 7 വയസ്സൊക്കെ ആയ സമയത്താണ് വിദ്യാലയങ്ങളൊക്കെ വളരെ ദുർലഭമാണെന്ന് വിദ്യാലയത്തിൽ പോയി അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആ സാന്നിധ്യത്തിൽ 10ാം ക്ലാസ് വരെ പോയി. അതിനുശേഷമാണ് രാമൻ സാറിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. 10ാം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് 8ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ആധ്യാത്മികമായ മാർഗത്തിലേക്ക് ശരിയായ ഒരു വഴിത്തിരിവ് കിട്ടിയത്. അതിനു മുമ്പേ പ്രാകൃതമായ ഒരു വിഗ്രഹമൊക്കെ വെച്ച് അതിൽ നാമം ചൊല്ലി ഇരിക്കുന്ന ഒരു പ്രകൃതമൊക്കെ, ഭക്തിയുടെ ഒരു ആവിർഭാവം കുട്ടിയാകുമ്പോഴേ ഉണ്ട്. അമ്മയ്ക്ക് നല്ല ഭക്തിയായിരുന്നു. അച്ഛനും ഒരു ഭക്തി ഉണ്ട്, എങ്കിലും അതൊരു അഗാധമായ തലത്തിൽ ഉണ്ടായിരുന്നില്ല. അമ്മ എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം മാറിൽ വെച്ചുകൊണ്ടാണ് നടക്കാറും ഇരിക്കാറും. മരിക്കുന്ന സമയത്ത് പോലും മരിച്ച ശേഷം ഞങ്ങൾ ആ വിഗ്രഹം മാറിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ പുറമേ ഒരു വിഗ്രഹം ഉണ്ടെങ്കിലും അത് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവല്ലേ. അപ്പോൾ ആ ഒരു ഭക്തിയുടെ ഒരു ശാഖ മക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും 7 മക്കളുണ്ടായിരുന്നു. അതിലിപ്പോൾ 3 പേരേ ഉള്ളൂ. ബാക്കി 4 പേരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. പിന്നീടാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം രാമൻ സാറിനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് ആത്മീയതയിലേക്കുള്ള ശരിയായ ഒരു പാത തുറന്നു കിട്ടുന്നത്. അപ്പം അദ്ദേഹം ഗുരുക്കന്മാരെ കാണാൻ പോവുകയും അവർ തരുന്ന നിർദ്ദേശങ്ങൾ കത്തിലൂടെ എഴുതി അറിയിക്കും. പിന്നീട് പല പുസ്തകങ്ങളും എത്തിച്ചു തരും. അതുപോലെ കോഴിക്കോട്, തൃശ്ശൂർ മുതലായ സ്ഥലങ്ങളിൽ വല്ല മഹാത്മാക്കളും വരുമ്പോൾ വിവരം അറിയിക്കുകയും അവിടെ കൊണ്ടുപോവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും അങ്ങനെ മഹാത്മാക്കളെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. അവരിൽ നിന്ന് സന്ദേശങ്ങൾ കേട്ടാൽ
അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് പിന്നീടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നു, പിന്നീട് ആ കേട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും പിന്നീട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ അനുഭവ തലത്തിലേക്ക് എത്തിച്ചേരുക. ഇതാണ് ജീവിതത്തിൽ ഉടനീളം. അതിനുശേഷം TTCക്ക് പോയി, പിന്നീട് ജോലിയായി. ജോലിക്ക് പോകുമ്പോഴും ഈ ചിന്താധാരയിൽ കൂടുതൽ അഗാധമായി ആഴ്ന്നു പോകാൻ സാധിച്ചു. കാരണം അതിന് പ്രേരണ പിന്നിൽ നിന്നും ആ ആചാര്യൻ്റേത് സദാ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഈ കാര്യങ്ങൾ തിരക്കുകയും അത് കത്തിലൂടെയും, അന്ന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല, കത്തിലൂടെയാണ് അധികവും. അതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും, അപ്പോൾ അടുത്തുള്ള അയൽക്കാരും വീട്ടിലുള്ളവരും എല്ലാം നമുക്കിതിന് സപ്പോർട്ടായിരുന്നു. പിന്നീട് പല ദൂരസ്ഥലങ്ങളിലും പോകാനുള്ള അവസരവും അദ്ദേഹം തന്നെ ഒരുക്കി തന്നത്. എല്ലാം കൊണ്ടും ഈ ഭൗതികമായ ജീവിതത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നതിൽ കൃതാർത്ഥത എപ്പോഴുമുണ്ട്. അതിന് പരമപ്രധാനമായിട്ടുള്ളത് സത്സംഗമാണ്. സത്സംഗം എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളുമായി കൂടിയിരുന്ന് സംസാരിക്കുക എന്നത് മാത്രമല്ല. പക്ഷേ സജ്ജനങ്ങളുമായി നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ സത്തായിരിക്കുന്ന പരമചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സും പ്രവേശിക്കാൻ സാധിക്കും. ആ അനുഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ കേൾക്കുന്ന സമയത്തും ആ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അഗാധ തലത്തിലേക്ക് ആണ്ടിറങ്ങി പലപ്പോഴും ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ ഇരിക്കലും സ്വാഭാവികമാണ്. അപ്പോഴാണ് ശരിക്കും നമ്മളുടെ മനസ്സ് ഈ വിഷയതലത്തിൽ നിന്നും വിടുമ്പോഴാണ് ആത്മതലത്തിലേക്ക് ആണ്ടിറങ്ങുക. അപ്പോഴാണ് ആനന്ദത്തിൻ്റെ പരമമായിട്ടുള്ള ഒരു നിർവൃതി നമുക്കൊക്കെ അനുഭവമാകും. അത് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സുഖത്തിൻ്റെ എത്രയോ ഇരട്ടി എന്നല്ല 1000 മടങ്ങ്, അത് കണക്കാക്കാൻ പറ്റാത്ത അത്രയുമുള്ള നിർവൃതിയാണ് നമുക്കുണ്ടാവുക. അത് കുറച്ച് കാലം നമ്മൾ ശീലിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ആ ഒതുക്കം വരും. ആ ആനന്ദ നിർവൃതി എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സ് പതറിപ്പോകും. അങ്ങനെ പതറിപ്പോകുമ്പോൾ ഏതെങ്കിലും മഹത്തുക്കളുടെ പുസ്തകങ്ങളെടുത്ത് അല്പസമയം വായിക്കും. അത് അധികവും വായിക്കാറുള്ളത് ജ്ഞാനാനന്ദ സരസ്വതിയുടെ ഭാഗവത രഹസ്യവും വേദാന്ത വിജ്ഞാനവും, അങ്ങനെ 2 പുസ്തകമേ നോക്കിയിട്ടുള്ളൂ. അത് രണ്ടും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന മനസ്സിനെ ഒന്ന് ഏകീകരിച്ച് ആത്മോന്മുഖമായി തീരാൻ സാധിക്കും. അപ്പോൾ സത്തുമായി ഉള്ള കണക്ഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എത്രയോ സമയം നമുക്ക് ഏകാന്തമായിരിക്കാൻ സാധിക്കുന്നതാണ്. ആ അനുഭവം നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് ആ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കുമ്പോഴും ജോലിക്ക് പോകുന്ന സമയത്തും കുട്ടികളെയൊക്കെ കാണുന്നത് സാധാരണ കുട്ടികളായിട്ടല്ല, അവരിൽ അന്തർലീനമായിരിക്കുന്ന ആ ചേതസ്, ആ ചൈതന്യം അവരിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭൂതി. അപ്പോൾ നമ്മളിൽ നിന്നും അന്യം അല്ല വാസ്തവത്തിൽ ആരും തന്നെ. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നാം തന്നെയാണ് എന്ന ബോധം നമുക്ക് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ മീ ടു മീ എന്ന അവിടുത്തെ ഈ പേര് നോക്കുമ്പോൾ സ്വാനുഭവത്തിൽ ഒരു അനുഭവം. കാരണം ഇതിന് യോജിച്ച ഒരു പേരാണ് മീ ടു മീ, എന്നിൽ നിന്ന് എന്നിലേക്ക്. ഇപ്പം നമുക്ക് ഞാൻ എന്നുള്ള തോന്നൽ ഈ ദേഹബുദ്ധിയാണ് സാധാരണ ആളുകൾക്കുള്ളത്. ഈ ദേഹബുദ്ധിയിൽ നിന്നും ആത്മതലത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അതിനുള്ള പ്രക്രിയയാണ് വാസ്തവത്തിൽ ധ്യാനം. ആ ധ്യാനത്തിലൂടെ നമുക്ക് ഈ സാധാരണ എന്നിൽ നിന്നും ആ പരമമായ എന്നിലേക്കുള്ള പ്രയാണം നമുക്കുണ്ടായാൽ നമ്മുടെയൊക്കെ ജീവിതം ധന്യധന്യമായി തീരും. അത്
തീരാനുള്ള പ്രയത്നമാണ് എല്ലാവർക്കും. രാമൻ സാറ് സ്വാധീനിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? അദ്ദേഹം സ്കൂളിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ക്ലാസ്സിലെ വിഷയങ്ങൾക്കുപരിയായി സ്വന്തം കാര്യങ്ങളെക്കുറിച്ച്, അതായത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊരു കൂടുതൽ ആകർഷണീയത തോന്നി. ആ ആകർഷണീയത അദ്ദേഹത്തിന് എന്നിലുണ്ട് എന്ന് മനസ്സിലായി. എനിക്ക് അദ്ദേഹത്തോടും അതിനോടുള്ള ഒരു ആഭിമുഖ്യം തോന്നി. അതിൻ്റെ ഫലമായി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വീട്ടിൽ വരും. നമ്മുടെ ചേച്ചിമാർക്കും അതുപോലെ സഹോദരങ്ങൾക്കും, അതിൽ എൻ്റെ നേരെ മൂത്ത ഒരു ജ്യേഷ്ഠനുണ്ട്, ആ ജ്യേഷ്ഠനും ഈ കാര്യങ്ങളിൽ വളരെ താല്പര്യമാണ്. അപ്പോൾ അദ്ദേഹവും ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അച്ഛനും പിന്നെ ഇടയ്ക്കൊക്കെ ഈ മലയിലേക്ക് കന്നുകാലികളായിരുന്നു, കർഷകനായിരുന്നു അച്ഛൻ. അപ്പോൾ ആ കൃഷിപ്പണി ചെയ്യുന്ന കൂട്ടത്തിൽ കാലികളെ മേയ്ക്കാൻ കാട്ടിൽ പോവും. കൃഷ്ണൻ്റെ ജോലിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കാട്ടിൽ പോവും. കാലികൾ മേയുന്ന സമയത്ത് ഇവിടെ വൃക്ഷങ്ങളും പക്ഷികളും വൃക്ഷലതാദികളൊക്കെ കണ്ട് ആനന്ദിക്കും. അദ്ദേഹം ഒരു ക്യാമറയും കൊണ്ടുവരും. അന്ന് ചില ഫോട്ടോകളൊക്കെ എടുക്കും. അന്നൊക്കെ ആ ഒരു നിർവൃത്തി കൂടുതൽ അദ്ദേഹവുമായി അടുക്കാനും ഈ കാര്യങ്ങളാണ് എപ്പോഴും അദ്ദേഹം സംസാരിക്കുക. എന്ത് പറയുന്നുണ്ടെങ്കിലും നാട്ടുകാര്യങ്ങളോ വീട്ടുകാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ മനസ്സിനെ നമുക്ക് എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം, അതിനെങ്ങനെ ശുദ്ധീകരിക്കണം, അപ്പോൾ ആ ശുദ്ധീകരിക്കാനുള്ള വഴി എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ കേട്ടാൽ മാത്രം പോരാ, കേട്ടതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം മനനം ചെയ്യുക കൂടി വേണം. എങ്കിലേ അത് നാം കുറച്ച് കിട്ടുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാവുകയും ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു പ്രത്യേക തലത്തിൽ എന്നെപ്പോലെ തന്നെ അദ്ദേഹം പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന സമയമായിരുന്നു അദ്ദേഹം അന്ന്. അപ്പോൾ അങ്ങനെ സാധനയിൽ വലിയ ഉയർന്ന ആളൊന്നുമല്ല. എന്നാലും അദ്ദേഹം പല സ്ഥലത്തു നിന്നും അന്വേഷിച്ച് കിട്ടിയ അറിവുകളാണ് നമുക്ക് തരുന്നത്. നമ്മൾ വേറെ എവിടെയും പോകാറില്ലല്ലോ, ഈ ഗ്രാമത്തിലല്ലേ. അപ്പം അങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം 4 ഭാഗം തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുക്ക് ഒരു പുഴു അകപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ പുഴു ഏത് തരത്തിൽ നിന്നാണ് ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല. അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തി എന്ന് ആ പുഴുവിനെ പോലെയാണ് ഞാൻ എന്ന് പറയാം. കാരണം ഈ സംസാരത്തിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കടന്ന് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു അറിവ് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അത്രയും മഹത്തായ ഒന്നാണ് ഇത് എന്ന് ബോധിക്കുകയും അത് അനുഭവതലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന കൃതാർത്ഥത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് എല്ലാവർക്കും, എനിക്ക് അറിഞ്ഞ ഈ അറിവ് എല്ലാവരും അറിയട്ടെ എന്ന് കരുതി പല കഥകളും ഭാഗവതവും രാമായണവും മഹാഭാരതവും ഇതിൻ്റെയൊക്കെ രത്ന ചുരുക്കങ്ങൾ വിവരിക്കും. അത് കേൾക്കാൻ കുറച്ചടുത്തുള്ള ആളുകളും വരും. അങ്ങനെ ഒരു സത്സംഗ വേദി ഇവിടെ തുടങ്ങുകയും അതിനിടയ്ക്കിടയ്ക്ക് അദ്ദേഹം വരും. ആ സത്സംഗത്തിൽ കുറേ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് താഴെ ഒരു ചെറിയ ആശ്രമം. അവിടെ ആദ്യം ഒരു ചെറിയ വള്ളിക്കുടിലായിരുന്നു. അതിനകത്ത് തനിച്ചാണ് ഉറങ്ങാറ്. അപ്പോൾ അച്ഛനൊക്കെ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ നീ ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കരുത്, വാതിൽ പോലും വെക്കാത്ത ഒരു ചെറിയ കുടിലിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതായിരുന്നു ഇഷ്ടം. അവിടെ കിടന്ന് ആ നിർവൃതിയിലാണ് നേരം പുലരുന്നത് അറിയുകയില്ല. അതുപോലെ ജോലിക്കും പോകും ഈ സമയത്ത്. അപ്പോഴും ജോലിക്ക് പോകുമ്പോൾ ജോലി ഒരു ഭാരമായിട്ടൊന്നും തോന്നാറില്ല. അവിടെ ചെല്ലുമ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധിപ്പിക്കും. കുട്ടികൾക്ക് കഥ കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മഹാഭാരതത്തിലെയോ എന്തെങ്കിലുമൊക്കെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. മറ്റു വിഷയങ്ങളും അതിനിടയ്ക്ക് പഠിപ്പിക്കുന്നു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസവും ആധ്യാത്മികമായിട്ടുള്ള രംഗവും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് എന്താണെന്നറിയില്ല, ഒരു വലിയൊരു അത്ഭുതം പോലെ
ഇന്നും അവശേഷിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാനറിയില്ല. എങ്കിലും ജീവിതം ധന്യമായി എന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരു നിമിഷം പോലും വെറുതെ നഷ്ടപ്പെടുത്തിയിട്ടുമില്ല. ആ നഷ്ടപ്പെട്ടുവല്ലോ എന്ന പശ്ചാത്താപവും ഇല്ല. ഇന്ന് ഈ ശരീരത്തിന് 80 വയസ്സോളം ആയി. എങ്കിലും നല്ല ആരോഗ്യവും രോഗങ്ങളൊന്നുമില്ലാതെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിച്ചു പോകുന്നു. അതിൽ വളരെയധികം കൃതാർത്ഥതയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കട്ടെ എന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിയത്. അത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ സരോജിനി എന്ന് പറഞ്ഞ അവരുടെ ഒരു അടുത്തുള്ള ഒരു ബോയ് ഫ്രണ്ട്, അതായത് ഒരു സഹോദരൻ, പ്രഭാകരൻ, അവൻ ഇന്ന് അമൃതാനന്ദമയി അമ്മേൻ്റെ ആശ്രമത്തിലാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ഇടയ്ക്ക് വരും. അങ്ങനെ അവർ പിന്നെ ഇവിടെ സ്ഥിര താമസാക്കി. അപ്പോൾ എല്ലാം നല്ല ഭജനയും പാടും. അവരും ഞങ്ങളും എല്ലാവരും ഇവിടെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് വളരെ സന്തോഷമായിട്ട് കഴിയും. അങ്ങനെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ആശ്രമം ഉണ്ടായത്. ഇതിന് പലരുടെയും സഹകരണവും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാം ഇവരുടെയും സഹായമായി. അപ്പോൾ പൈതൃകമായി കിട്ടിയ ഈ സ്ഥലം ഒരാശ്രമമാക്കി മാറ്റി ഇത് ഒരു ട്രസ്റ്റുമായി. ഇതെല്ലാവർക്കും ഇപ്പോൾ ഇതിൻ്റെ ആ സന്തോഷം പങ്കിടുന്നു. ഗ്രാമദീപ ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് ഞങ്ങളെ ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ടൈം ടേബിളൊന്നുമില്ല. ഇവിടെ സ്വതന്ത്രമായിട്ട് താമസിക്കാം, ആർക്ക് വേണമെങ്കിലും വരാം. ഇവിടെ എല്ലാ സമയത്തും സത്സംഗത്തിനുള്ള അവസരം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളോട് ഒരു 10 പേരോളം ഉണ്ട്. അപ്പം അങ്ങനെ ഈ 10 പേര് വരും. അവർ സ്ഥിരമായിട്ടല്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം ആളുകൾ പറയും ഇതൊരു വൃദ്ധസദനാണ്. എന്നാൽ വൃദ്ധസദനം അല്ല, അതുപോലെ ഒരു അനാഥ മന്ദിരവുമല്ല. നമ്മളൊക്കെ നാഥരാണ് എന്നുള്ള ബോധം വരുത്തുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും നാഥനായിരിക്കുന്ന സർവേശ്വരനിരിക്കെ അതല്ലേ നമുക്ക് ആ ബോധം നമ്മളിലില്ല എന്നതാണ് അതുണ്ടാവുക. പിന്നെ ഇവിടെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അങ്ങനത്തെ വരുമാനങ്ങളൊന്നും ഇല്ലതാനും, അതാരെയും വാങ്ങലോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് പെൻഷൻ കിട്ടുന്ന സംഖ്യയുണ്ട്. ആ സംഖ്യ കൊണ്ട് ഇവിടെ ചിലവൊക്കെ കഴിയുന്നു. പിന്നെ ഈ 2ാം ശനിയാഴ്ച വരുന്ന സമയത്ത് അന്നദാനത്തിനൊക്കെ ആരെങ്കിലുമൊക്കെ സംഭാവനയായിട്ട് എൻ്റെ വക അന്നദാനം നടത്തണം എന്ന് പറഞ്ഞിട്ട് തരും. അങ്ങനെയുള്ളത് വാങ്ങും. പിന്നെ രാമൻ സാറിൻ്റെ ഒരു ശിഷ്യൻ, പിന്നെ അമേരിക്കയിൽ കുറുപ്പ് സാറെന്ന് പറയും, അദ്ദേഹം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി 3 മാസം കൂടുമ്പോൾ 25,000 രൂപ അദ്ദേഹം അയച്ചു തരാറുണ്ട്. അപ്പോൾ അത് ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പും കൊടുക്കും. പിന്നെ ബാക്കി ഇവിടെ ഭക്ഷണത്തിനും കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരു കാര്യത്തിനും ഇന്നേവരെ ഒരു മുടക്കവും വന്നിട്ടില്ല, ഒരു കുറവും വന്നിട്ടില്ല. എല്ലാം ആ സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു പോകുന്നു, സുഭിക്ഷമായിട്ട് കഴിയുന്നു. എല്ലാവരുടെയും സഹകരണം ഈ ചുറ്റുപാടിലുള്ളവരുടെയും എപ്പോഴും ഈ ഗ്രാമദീപത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ട്. പിന്നെ കഥകളിലൂടെ തത്വങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ശൈലിയാണല്ലോ അമ്മ അഡോപ്റ്റ് ചെയ്യുന്നത്. അതെ, അത് എങ്ങനെയാണ് ആ രീതി ഡെവലപ്പ് ചെയ്തു വന്നത്? സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ഒരു സ്വാമി ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹമില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് ഈ കഥകളൊക്കെ വെറുതെ പറയുന്നതല്ല, ഒരു തത്വം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത് എന്ന് അത് ബോധ്യം വന്നപ്പോൾ ഏത് കഥയ്ക്കും നമുക്ക് ആന്തരികമായ അർത്ഥം എന്തോ ചിന്തിക്കുമ്പോൾ അത് ഭാഗവത രഹസ്യത്തിൽ ഈ കഥകൾ ചിലതിന്, അതായത് കുചേലോപാഖ്യാനത്തിൻ്റെ കഥകൾ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കഥകൾ നമുക്ക് തത്വങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചാണ്. അതിലെ കഥാപാത്രം നമ്മളാണ് വാസ്തവത്തിൽ.
കഥ വെറുതെ വായിച്ചു പോയിട്ട് ഭാഗവതത്തിൽ ഇന്നയാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ആള് നമ്മളാണ്. കുചേലൻ നമ്മളാണ്. ജീവനാകുന്ന കുചേലനാണ്. അതിന് ഇന്ദ്രിയങ്ങളാകുന്ന കുട്ടികളാണ്. അതിൻ്റെ ബുദ്ധിയാകുന്ന ഭാര്യയാണ്. ഇതെന്നും ദാരിദ്ര്യമാണ്. കാരണം അദ്ദേഹം തെണ്ടി നടക്കുക എന്നല്ലേ പറയുന്നത്. അപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുന്നു. എത്ര ഭക്ഷണം കൊടുത്താലും കുട്ടികളുടെ ദാരിദ്ര്യം തീരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ എത്ര സുഖം അനുഭവിച്ചാലും മതി വരില്ല. ബുദ്ധിക്ക് ഈ ലോകത്തിലുള്ള എത്ര അറിവ് കൊടുത്താലും ബുദ്ധി തൃപ്തിപ്പെടില്ല. എന്നാൽ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുമ്പോൾ മാത്രമേ ബുദ്ധിക്ക് തൃപ്തി വരൂ. അങ്ങനെ തെണ്ടി നോക്കി. അപ്പോഴാണ് ബുദ്ധി ഉപദേശിക്കുകയാണ്, അങ്ങയുടെ ഉറ്റ സുഹൃത്താണല്ലോ ഭഗവാൻ കൃഷ്ണൻ, ഒന്ന് പോയി കണ്ടൂടേ എന്ന്. ഇതൊക്കെ നമ്മളുടെ ബുദ്ധി നമ്മളോട് പറയും. ആ അന്വേഷണത്തിലാണ് കുചേലൻ ചെന്ന് കൃഷ്ണനുമായി സമാഗമം നടത്തുന്നതും തിരിച്ചു വരുന്നതോടുകൂടിയോ അദ്ദേഹം പോവും. ദ്വാരക പോലെയാണ് കുചേലൻ്റെ കുടിലായി എന്നല്ലേ പറയുന്നത്. അതുപോലെ ആ ഈശ്വരാനുഭൂതി, ഈശ്വരനുമായുള്ള ഐക്യം നമുക്കുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആ ഭഗവാനും നമ്മളും രണ്ടല്ല, പിന്നൊന്നാണ്. ആ ഏകത്വ ബോധമാണ്. അതാണ് മീ ടു മീ. എന്നിൽ നിന്ന് എന്നിലേക്ക് നമ്മൾ എത്തുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും വേറെയല്ല എന്ന ബോധം നമുക്കുണ്ടാവും, നമുക്ക് ഉറയ്ക്കും. അപ്പം ഏത് കഥകളും, ആ കഥ എന്ന് പറഞ്ഞത് നമ്മളൊരു കോൺക്രീറ്റ് വീട് പോലെയാണ്. അതിനാദ്യം നമ്മൾ മുട്ടും പലകയും അടിച്ച ശേഷമാണല്ലോ കോൺക്രീറ്റ്. ആ കോൺക്രീറ്റ് ഉറയ്ക്കാൻ വേണ്ടിയാണ് ഈ മുട്ടും പലക അടിക്കുന്നത്. ഈ കഥകളൊക്കെ മുട്ടും പലകകളും മാത്രമാണ്, അല്ലേ? ആ മുട്ട് കോൺക്രീറ്റ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് മുട്ടും പലകയും മാറ്റിലാണ്. അതുപോലെ കഥകളിലെ തത്വം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഥയുടെ ആവശ്യമേ ഇല്ല. അതാ പ്രാകൃത ചെറിയ തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി കഥ പറയാം. നമ്മൾ വലുതായാലും കഥയിൽ തന്നെയാണ് അടങ്ങിക്കഴിയുന്നത്. പക്ഷെ കഥയിൽ നിന്ന് അതിൻ്റെ ഉള്ളിലുള്ള തത്വത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോഴാണ് ഈ കഥ എത്ര മഹത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അതാണ് ശരിക്കും ഗ്രഹിക്കേണ്ടത്. അതിനുള്ള പ്രചോദനം ഈ അദ്ദേഹത്തിൻ്റെ ജ്ഞാനാനന്ദ സരസ്വതിയുടെ പുസ്തകങ്ങളാണ്. രാമൻ സാറും അത് വളരെ വിസ്തരിച്ച് അദ്ദേഹവും പറഞ്ഞു തരും. അപ്പം ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്കും ഇതാണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ ഭാഗവത സപ്താഹം നടത്താറുണ്ട്. മൂലം വായനയൊന്നും നടത്തില്ല. കാരണം അത് വായിച്ചാൽ ആർക്കാ മനസ്സിലാവുക? നമുക്ക് തന്നെ സംസ്കൃതമൊന്നും അറിയില്ല. അപ്പം ഈ മൂലം വായിച്ചത് കൊണ്ട് അവർ പറയും മൂലം വായിക്കണം, അത് കേട്ടാൽ മതിയെന്ന്. കേട്ടാൽ പോരാ, മനസ്സിലാവണം. ഭാഗവതം എന്താണ് എന്ന് മനസ്സിലായെങ്കിലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ വേണ്ടേ പറയാൻ. അല്ലാതെ നമ്മൾ കുറേ സംസ്കൃതം പറഞ്ഞുകൊണ്ടായില്ല, നമുക്കറിയാത്തൊരു ഭാഷയിൽ പറഞ്ഞതുകൊണ്ടും ആയില്ല. പക്ഷേ അതൊക്കെ പ്രചോദനം ഉണ്ടാവാൻ തിരക്കടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കഥകളൊക്കെ ആ തത്വങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് നമ്മളിലേക്ക് ആണ്ടിറങ്ങുന്നത്. ഇതിൻ്റെ കഥാപാത്രം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെ അധികരിച്ചുകൊണ്ടാണ് അത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വിസ്തരിച്ച് കിടക്കുന്ന ഭഗവത്ഗീത തന്നെ കുറേ വിസ്താരമുണ്ട്. 700 ശ്ലോകം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ കുറച്ചേ ഉള്ളൂ. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം എങ്ങനെ പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ അത് വെറും ഒരു കച്ചവടം പോലെയാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഈ സപ്താഹമൊക്കെ നടക്കുന്നത്. അത് കേൾക്കുന്നു, അവർക്ക് 7 ദിവസം ആഹാരത്തിനുള്ള മൊട്ടുമില്ല, പല ആളുകൾ അതിനും വേണ്ടി വരുന്നു. പക്ഷേ ഭാഗവതത്തിലെ തത്വം എന്തോ അത് ഗ്രഹിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പം ഇവിടെ അത്തരത്തിലുള്ള സപ്താഹങ്ങളാണ് നടത്താറുള്ളത്. അത് കേൾക്കാൻ ധാരാളം ആളുകളും വരാറുണ്ട് സപ്താഹം ഉണ്ടാകുമ്പോൾ. അപ്പം ഈ ഗ്രാമദീപത്തിൽ സപ്താഹം നടക്കുമെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്തൊക്കെയാണ്, എപ്പോഴാണ്? വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്താറുണ്ട്. 7 ദിവസമാണ്. ആ 7 ദിവസം നടത്തുന്നതിന് അതിൻ്റെ രത്നചുരുക്കം, ഭാഗവതത്തിൻ്റെ രത്നചുരുക്കമാണ് പറയുക. മറ്റൊരാളും വായിക്കാറില്ല. അത് നടത്തുന്നത് ഡിസംബറിൽ ക്രിസ്തുമസ് അവധി തുടങ്ങുന്നത് എന്നാണ്. വെള്ളിയാഴ്ച സ്കൂൾ അടച്ചാൽ ശനിയാഴ്ച മുതൽ തുടങ്ങും. 7 ദിവസം, ശനി മുതൽ
വെള്ളിയാഴ്ച വരെ. അതാണ് ഇപ്പം ഈ മാസം 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ. അതിനിടയ്ക്ക് കഴിഞ്ഞ വർഷം രാമായണം ഒരു സപ്താഹമായി നടത്തി. അപ്പോൾ രാമായണ സപ്താഹം നടത്തിയതിന് എല്ലാവരും സംശയം ചോദിച്ചു, എന്താ രാമായണവും കൃഷ്ണനും രാമനും തമ്മിൽ എന്താ വ്യത്യാസം? ഭാഗവതം സപ്താഹം നടത്താമെങ്കിൽ അതുകൊണ്ട് രാമായണം സപ്താഹമായിക്കൂടാ. അപ്പോൾ അതുപോലെ രാമായണവും 7 ദിവസം കൊണ്ട് അതവരെ കൊണ്ട് കുറച്ചൊക്കെ അധ്യാത്മ രാമായണം ഉള്ളത് കൊണ്ട് അവർ വായിക്കാൻ തൽപരരാണ്. അപ്പോൾ വായിക്കുകയും ചെയ്യും. ആ വായിക്കുന്ന കഥാഭാഗങ്ങളെ വിവരിക്കുകയും അതുപോലെ അതിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഭാഗവതം അധികവും വിഷ്ണുവിൻ്റെ, അതായത് കൃഷ്ണൻ്റെ കഥകളാണ് അധികം പറയാറുള്ളത്. അപ്പോൾ 20 മുതൽ 26 വരെയാണ് ഈ വർഷം നടത്തുന്നത്. അതിനും ധാരാളം ആളുകൾ വരാറുണ്ട്. അത് കൂടുതൽ രസമാണ് അവർക്ക്. കാരണം കഥകൾ, കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുന്ന നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ കഥയും പറയും. പിന്നെ ആ കഥയിൽ അന്തർലീനമായിട്ടുള്ള ആ തത്വങ്ങളും, അത് പലപ്പോഴും ഒരുപാട് കഥകളുള്ളതിൽ അതിനെല്ലാം ആന്തരികമായ അർത്ഥമുണ്ട്. ഇപ്പോൾ ഗോവർദ്ധനോദ്ധാരണം എന്നത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ഗിരി പൊക്കി പിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു പർവ്വതം പൊക്കി എന്നതല്ല വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം. എല്ലാ വർഷവും ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പൂജ നടത്താറുണ്ട്. ഇന്ദ്രപൂജയാണ് നടത്തുന്നത്. അപ്പോൾ ഒരു കൊല്ലം കൃഷ്ണൻ പറഞ്ഞു, ഇന്ദ്രപൂജ എന്തിനാച്ചാ നടത്തുന്നത്? നമുക്ക് പുല്ലും ഒക്കെ തരുന്നത് ആ ഗോവർദ്ധനഗിരിയല്ലേ, അതുകൊണ്ട് അതിനെയല്ലേ പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് അനുസരിച്ച് നന്ദഗോപുരം അതിന് സമ്മതിച്ച് ഗോവർദ്ധന പൂജ നടത്തി. ഗോവർദ്ധനഗിരിയിൽ കൃഷ്ണൻ തന്നെ മറ്റൊരു സ്വരൂപത്തിൽ വന്നിട്ട് അവരെ അനുഗ്രഹിച്ചതായിട്ട് കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ അനുകൂലമായ അവസ്ഥയ്ക്ക് പകരം വിപരീതമായി വരികയും അപ്പോൾ കൃഷ്ണൻ ആ ഗോവർദ്ധനഗിരി പൊക്കി അവരെല്ലാവരെയും സംരക്ഷിച്ചതാണ് കഥ. വിസ്തരിച്ച് പറയുന്നുണ്ട് ആ കഥ. അപ്പോൾ എന്താ വാസ്തവത്തിൽ അതിൻ്റെ പൊരുൾ? ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ആ ഗിരി പൊക്കിയതിൻ്റെ ഉദ്ദേശം അറിയുള്ളൂ. ഗിരി പൊക്കുമ്പോൾ ഇത്രയും ചെറിയൊരു കുട്ടി, 5 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ ഗിരി പൊക്കി, അതൊക്കെ വെറുതെ ഹമ്പക്കാണ് ആളുകൾ അല്ലേ, കാരണം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറയും. പക്ഷേ അതിൻ്റെ പൊരുൾ അറിയുമ്പോൾ ഇവിടെ കൃഷ്ണൻ എന്താ ചെയ്തത്? ഇതുവരെ ഇന്ദ്രപൂജ നടത്തിയതിനെ മുടക്കി. ഇന്ദ്രപൂജ എന്ന് പറഞ്ഞാൽ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സാണ്. മനസ്സിനെയാണ് ഇതുവരെ നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്. മനസ്സിന് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും. പക്ഷെ അത് പോരാ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞത്. നമുക്ക് ഗോവർദ്ധനം എന്നാൽ, ഗോ എന്ന് പറഞ്ഞാൽ അറിവ് എന്ന്. ഗോ ജ്ഞാനം, ഭൂമി, പശു, ഇങ്ങനെ അർത്ഥങ്ങളുണ്ട് ഈ ഗോ എന്നുള്ള ശബ്ദത്തിന്. അറിവിനെ വർദ്ധിപ്പിച്ച് ഉദ്ധരിക്കുക, ഇതാണ് ഗോവർദ്ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെയൊക്കെ ആത്മാവിനെ സംബന്ധിച്ച അറിവ് വളർത്തുകയും അത് ഉയർത്തുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഗോവർദ്ധനഗിരി പൊക്കി. അതും ചെറുവിരൽ കൊണ്ടാണ് പൊക്കിയത്. ചെറുവിരൽ ഒരു ഭാരം പോക്കാൻ ഒട്ടും ശേഷിയില്ലാത്തതാണ്. തളവിരലുകൊണ്ട് നമുക്ക് നല്ല ശേഷിയുണ്ട്. ചെറുവിരൽ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള സത്വഗുണത്തെ കാണിക്കും. ഇപ്പം ഈ 3 വിരലുകൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഏറ്റവും അധികം വളർന്നിരിക്കുന്ന തമോ ഗുണമാണ്. അതിൽ ജീവനാകുന്ന ഈ ചൂണ്ടുവിരൽ, ഈശ്വരനാകുന്ന തള്ളവിരൽ. അപ്പം ജീവൻത്വം, ഈശ്വരനോട് അഭയം പ്രാപിക്കുക എന്നതാണ് വാസ്തവത്തിൽ ചിന്മുദ്രയുടെ പിന്നിലുള്ള തത്വം. ചിന്മുദ്ര ആ സമയത്ത് ത്രിഗുണങ്ങൾ, ജീവൻ എപ്പോൾ ഈശ്വരനോട് ചേരുന്നുവോ അപ്പോൾ ത്രിഗുണങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുനിൽക്കും. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം 3. അപ്പോൾ ഈശ്വരത്വത്തോട് നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ നമ്മൾ ഗുണാതീതരായിത്തീരുന്നു എന്നതാണ്. അതിൽ സത്വഗുണത്തെ കാണിക്കുന്നു ഈ വിരൽ. ഇതുകൊണ്ട് മാത്രമേ, സത്വഗുണം കൊണ്ട് മാത്രമേ അറിവിനെ വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അതാണ് ചെറുവിരൽ കൊണ്ട് ഈ ഗോവർദ്ധനത്തെ ഉയർത്തി എന്ന് പറയുന്നത്. അങ്ങനെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനം ഉയർത്തി പിടിച്ചെല്ലാവർക്കും ഈ അറിവ് നമ്മളൊക്കെ ആദ്യം സത്വഗുണം വളർത്തുകയും ആ സത്വഗുണത്തിലൂടെ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മതത്വത്തെ
വികസിപ്പിച്ച് കാണിച്ചു എന്നർത്ഥം. അതാണ് ഭഗവാൻ അവിടെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ കൊടുക്കുകയല്ല, ബുദ്ധിയെ വികസിപ്പിച്ച് ആത്മോന്മുഖമായി തിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഈ ഗോവർദ്ധന കഥ പറയുന്നതോടൊപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടതാണെന്ന പരമതത്വം കൂടി വെളിവാക്കി കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ കഥകളിൽ കൂടി തത്വങ്ങൾ പറയുന്നത്. ഇങ്ങനെ കാളിയമർദ്ദനത്തിനും ഒരുപാട് എല്ലാ കഥകൾക്കും ഇതുപോലെയുള്ള അർത്ഥങ്ങളുണ്ട്. അതുപോലെ കൃഷ്ണൻ ഇവിടെ യശോദ ഒരിക്കൽ കൃഷ്ണൻ ഉണ്ണിയാവുമ്പോൾ മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് അമ്മ ഒന്നിലധികം ജോലികൾ ചെയ്യും. തൈര് കടയാണ്. അപ്പോൾ പാലടുപ്പത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുട്ടി വന്ന് മടിയിൽ കയറി അമ്മയുടെ പാലും കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ തൈരിങ്ങനെ കടയുന്ന സമയത്ത് പാല് തിളച്ച് ഇങ്ങനെ പൊന്തി വരും. പൊന്തി വന്നപ്പോൾ യശോദ കുട്ടിയെ താഴെ വെച്ച് ഓടിച്ചെന്ന് പാല് വാങ്ങി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കുട്ടിയെ താഴെ വെച്ചപ്പോൾ കണ്ണന് ദേഷ്യം വന്നു. കാരണം അമ്മ എന്നെ ഉപേക്ഷിക്കുകയല്ലേ ചെയ്തത്. അവിടെ ചെന്നപ്പോഴേക്കും പാല് മുഴുവൻ തൂവിപ്പോയി. തിരിച്ചു വന്നപ്പോഴേക്കും തൈർക്കുടം മുഴുവൻ തല്ലി ഒടിച്ചു. വെണ്ണയും കൊണ്ടൊരൊറ്റ ഓട്ടവും. യശോദയ്ക്ക് ദേഷ്യം വന്നു. എന്നിട്ടാണ് പിടിച്ച് ഒരലിലൊക്കെ കെട്ടുന്നത്. അപ്പം എന്താ വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം? ഈ യശോദ ചെയ്തതുപോലെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. എന്താ ചെയ്തത്? ഒരു തുള്ളി പാലിന് വേണ്ടി ഈ ലോകം മുഴുവൻ കൊടുത്താൽ കിട്ടാത്തത്ര നിധിയായിരിക്കുന്ന ഭഗവാനെ ഉപേക്ഷിച്ചു ഒരു തുള്ളി പാലിന്. അല്ലേ? നമ്മൾ മനുഷ്യരൊക്കെ ചെയ്യുന്നങ്ങനല്ലേ? ആ പാൽ ഉപേക്ഷിച്ചപ്പോൾ എന്തായി? ഭഗവാനെ ഉപേക്ഷിച്ച് പാല് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പാലും പോയി, ഇവിടെ ഭഗവാനെ വിടുകയും ചെയ്തു. മറ്റെല്ലാം നഷ്ടമായി. പാലും വെണ്ണയും തൈരും സർവ്വം പോയി. നമുക്ക് തന്നെയല്ലേ വരുന്നത്. എന്നാൽ യശോദ ആ കുഞ്ഞിനെ മടിയിലെത്തി ആളിച്ചിരുന്നെങ്കിൽ ആ പാല് നഷ്ടമാവില്ല. ഇതൊന്നും നഷ്ടം വരില്ല. ഇതെല്ലാം ലാഭമാണ്. ഭഗവാനെയും കിട്ടും, ഭഗവാന്റെ വിഭൂതികളും കിട്ടും. ഇത് നമ്മൾ വിഭൂതിക്ക് വേണ്ടി പാടുപെടുമ്പോൾ ഭഗവാനെ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇത് ലഭിക്കാൻ ഭഗവാനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന പരമസത്യമല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് എന്തിലും നമ്മൾ ഇന്നർ മീനിങ് കൂടി അറിയിക്കണം, അല്ലേ? അപ്പോഴേ ഇതിനൊക്കെ സത്യമായിട്ട് പൊരുളുള്ളൂ, ഇതിനൊക്കെ വിലയുള്ളൂ. ബാഹ്യമായി പോകുമ്പോൾ ഇപ്പം നമ്മൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടിറങ്ങുമ്പോഴല്ലേ രത്നം കിട്ടുള്ളൂ. പുറമേ നീന്തിയാൽ ഒരിക്കലും കിട്ടില്ല. പുറമേ നമ്മൾ പോകുമ്പോൾ ആ കഥകളുടെ ബാഹ്യരൂപം മാത്രമേ ഉള്ളൂ. അകത്തേക്ക് ആണ്ടിറങ്ങണം. അപ്പോഴാണ് രത്നം നമുക്ക് ലഭിക്കുക. കാളിയമർദ്ദത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് നമ്മ പറഞ്ഞല്ലോ. അതെ, അതൊന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി തരാമോ? ഭഗവാൻ 5 വയസ്സായ സമയത്ത് കൃഷ്ണൻ്റെ ബാലലീലകളൊക്കെ എല്ലാം അത്ഭുതവും അപാരവുമാണ്. ഇതൊക്കെ എന്തിനാ രചിച്ചത്? നമ്മുടെ മനസ്സ് എപ്പോഴും ഈശ്വരോന്മുഖം ആയിത്തീരാൻ വേണ്ടിയാണ്. മനസ്സെപ്പോഴും അത് ഭാഗവതം ശ്രവിച്ചപ്പോഴാണ് പരീക്ഷിത്ത് മുക്തനായത്. ഭാഗവതം രചിച്ചപ്പോഴാണ് വേദവ്യാസന് കൃതാർത്ഥത വന്നത്. 4 വേദങ്ങൾ എഴുതിയിട്ടും 4 വേദങ്ങളുടെ രത്നചുരുക്കമായിരിക്കുന്ന മഹാഭാരതം രചിച്ചപ്പോഴും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. പിന്നീട് നാരദ മഹർഷി വന്നിട്ട് നിർദ്ദേശിച്ചു, അങ്ങക്ക് തൃപ്തി വരണമെങ്കിൽ ഭഗവാനെ വിസ്തരിച്ച് അങ്ങ് ഇതുവരെ വിവരിച്ചിട്ടില്ല, അത് വിവരിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദവ്യാസൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ മാത്രം വിവരിച്ച് ഭാഗവതം രചിച്ചത്. അത് എഴുതി കഴിഞ്ഞപ്പോൾ വേദവ്യാസ മഹർഷിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ കൃതാർത്ഥനായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിലെന്താണ്? ഭഗവാനെ എത്ര കണ്ട് വർണ്ണിക്കാൻ പറ്റുമോ ആ വിധത്തിൽ എല്ലാം അദ്ദേഹം വർണ്ണിക്കുന്നു. ആ കഥകൾ പറയുമ്പോഴെല്ലാം ആ കൃഷ്ണസ്മരണ തൻ്റെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. അപ്പം അതിനു വേണ്ടി അനേക ബാലലീലകളും അക്കൂട്ടത്തിൽ കാളിന്തി നദിയിൽ വിഷമയമാകുമാണ്. അവയാണ് കാളി എന്നു പേരുള്ള ഒരു സർപ്പം അതിലിരുന്ന് തൻ്റെ വിഷം ആ ജലം മുഴുവൻ വ്യാപിച്ചു. വെള്ളം കുടിച്ച് പശുക്കുട്ടികളൊക്കെ ബോധമറ്റു വീണു. ആ സമയത്ത് കൃഷ്ണൻ കുട്ടികൾ പറഞ്ഞു, കണ്ണ, നമ്മുടെ പശുക്കളും
കുട്ടികളും എല്ലാം ഈ കാളിന്തി ജലം കുടിച്ച് അബോധാവസ്ഥയിലായിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, എന്നാൽ അതിന് ഞാൻ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഒരു കദംബ മരത്തിൻ്റെ മുകളിൽ കയറിയ ശേഷം, അപ്പോൾ കയറല്ല, ചാടല്ലേ എന്നൊക്കെ പറഞ്ഞു, കയറരുത്, ആറ്റിലേക്ക് ചാടല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം കയറി ഒരൊറ്റ ചാട്ടം ചാടി. അവരെല്ലാം ജീവിപ്പിച്ച് അദ്ദേഹം കടാക്ഷം കൊണ്ട് തന്നെ ജീവിപ്പിച്ച്, പിന്നീട് കാളിയൻ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന് ഈ വെള്ളത്തിൽ വീഴുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ കാളിയൻ വരികയും അയാളെ കുറേ വിഷം ചീറ്റി. അതുകൊണ്ടൊന്നും ഈ കൃഷ്ണൻ മയങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അവൻ അടുക്കാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ നേരെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മൽപ്പിടുത്തമായി. ഈ സർപ്പം പല വിഷം ഊറ്റി പിന്നെ അവൻ്റെ ശരീരം കൊണ്ട് ഈ കുഞ്ഞു ശരീരത്തെ ചുറ്റി വരിഞ്ഞു. അപ്പോൾ തൻ്റെ ഒരു സിദ്ധി പ്രയോഗിച്ച്, ഗരിമ എന്ന് പേരുള്ള ഒരു സിദ്ധി ഉപയോഗിച്ചു. അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഇങ്ങനെ 8 തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധികളുണ്ട്. അതിൽ ഈ ശരീരത്തിൻ്റെ ഭാരങ്ങൾ കൂട്ടുന്ന ഒരു സിദ്ധിയാണ്. ശരീരത്തിൻ്റെ ഭാരം കൂട്ടി, മറ്റൊന്ന് ശരീരത്തിൻ്റെ വലുപ്പം കൂട്ടി. വലുപ്പം കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ചുറ്റിയത് കൃഷ്ണനങ്ങോട്ട് വലുതായപ്പോൾ സന്ധിബന്ധങ്ങളൊക്കെ കാളിയൻ്റെത് അഴിഞ്ഞു. അഴിഞ്ഞപ്പോൾ കാളിയൻ പെട്ടെന്ന് ചുറ്റഴിച്ചു. അപ്പോൾ പത്തിയിൽ കയറി അതിനുശേഷം നൃത്തമാടി അവന് പരാജയപ്പെടുത്തി എന്നാണ് കഥ. അപ്പോൾ നമ്മൾ നോക്കുക, ഈ കാളിന്തി നദിയിൽ വിഷം ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബോധമാകുന്ന കാളിന്തി നദി, ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. ദേഷ്യം, പക, അസൂയ, പ്രതികാരം, ഇതൊക്കെയാണ് വിഷം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ. അത് ബോധത്തിൽ മനസ്സിന്ദ്രിയങ്ങളിൽ കൂടി വ്യാപരിക്കുമ്പോഴാണ് വിഷമയമായി തീരുന്നത്. അപ്പോൾ ബോധമാകുന്ന കാളിന്തി നദിയിൽ വിഷമയമായപ്പോൾ അതിൻ്റെ അഗാധതയിലേക്കാണ് ഈശ്വരത്വമാകുന്ന ചെറിയ ഒരു കണിക, ഒരു ചിന്ത നമുക്കുണ്ട്. ദൈവീകമായിട്ടുള്ളൊരു ചിന്തയാണ് ആദ്യം ഉണ്ടാവുന്നത്. അതാണ് ആ കാളിന്തി നദിയിൽ വീണു കൃഷ്ണൻ ചാടി എന്ന് പറയുന്നത്. അറിവിൻ്റെ ഒരു ചെറിയ കണിക ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടാം, ചില അനുഭവങ്ങളിൽ നിന്ന് കിട്ടാം, ചില സമയത്ത് ഒരു പുസ്തകത്തിൽ നിന്നാവും നമുക്ക് അറിവ് കിട്ടുന്നത്. അങ്ങനെയുള്ള അറിവ് നമ്മുടെ ബോധത്തിലേക്ക് ആണ്ടറിഞ്ഞിക്കഴിയുമ്പോൾ ഇതായി അത് വളരാൻ തുടങ്ങും. അത് വളർന്ന് അപ്പോൾ ആ കാളിയൻ പലതരത്തിൽ ഈ വിഷം നമ്മളെ, ഈ കാമക്രോധാദികൾ പലതരത്തിലും നമ്മളെ സ്വാധീനിച്ചാലും ഭഗവാൻ അതിൻ്റെ ഞാനെന്ന കാളിയന് എൻ്റേതെന്ന അനേക പണങ്ങളുണ്ട്. ഞാനാണ് ഈ കാളിയൻ, നമ്മളിലുള്ള ഞാൻ എന്ന കാളിയന് എൻ്റെ ഭൂമി, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കുട്ടി, ഇങ്ങനെ ഇത്യാദി എൻ്റേത് അനേകമുണ്ട്. അതാണ് കുറേ താലം. ഞാൻ എന്നത് കാളിയൻ. അതിൻ്റെ മുകളിൽ എല്ലാം ഈശ്വരൻ കയറി നൃത്തം ചെയ്തു എന്നാണല്ലോ കഥയിൽ പറയുന്നത്. അപ്പോൾ ഓരോ പണത്തെയും ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞ അഹന്തയൊക്കെ ഇല്ലാതെയാക്കി തൽസ്ഥാനത്തൊക്കെ ഭഗവാൻ ഈശ്വരനാണ് എന്നിൽ നിറഞ്ഞത്. ഈ എൻ്റേതെന്ന് പറയപ്പെടുന്നതെല്ലാം ഈശ്വരൻ്റെയാണ്. അതിനെയാണ് എൻ്റേതിനെയൊക്കെ ഇല്ലാതെയാക്കി ഞാനെന്ന കാളിയനെ അമർച്ച ചെയ്തു. അവിടെ ഈശ്വരൻ എന്നും ഈശ്വരൻ്റേത് എന്നുമുള്ള അറിവാണ് ഉണ്ടാവുന്നത്. ആ അറിവുണ്ടായി കഴിയുമ്പോൾ പിന്നെ കാളിയൻ അവിടെ നശിക്കുന്നില്ല. കാളിയനോട് നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോകാനാ പറഞ്ഞത്. രമണക ദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെ നിന്നാണോ ഉണ്ടായത് ആ മോക്ഷസ്ഥാനത്തിനാണ് രമണക ദ്വീപ്. അവിടെ നിന്ന് വന്നു അവിടേക്ക് തന്നെ പോയിക്കോ. അപ്പോൾ എവിടെ നിന്നാ അഹങ്കാരം ഉണ്ടായത്? ഈശ്വരനിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായത്. ഇതെല്ലാം അവിടെ നിന്ന് തന്നെ ഉണ്ടാവുന്നത്. അതിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പം ദേഹോഹമാണ് ഇപ്പോൾ നമുക്കുള്ളത്, അത് ആത്മോഹമായി തീരുന്നു. അപ്പം ആത്മോഹ ബുദ്ധിയാണ് നമ്മളിൽ വളരേണ്ടത് എന്ന് ഈ കാളിയ മർദ്ദനം എന്ന കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അമ്മ അവധൂജി രചിച്ച ആത്മഭാഷണം വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അമ്മ എന്താ പറയുന്നത്? ആത്മഭാഷണത്തിൽ ഇതേപോലെ
ബാഹ്യമായിട്ടുള്ള രാധയും കൃഷ്ണനും തമ്മിലുള്ള ആ സംഭാഷണത്തിലൂടെ ആത്മതലത്തിലേക്ക് നമ്മെ ഉയർത്താൻ പര്യാപ്തമാകുന്ന വിധത്തിലാണ് അതിലെ വിവരണം. അത് മുഴുവനും എന്താ, രാധയും കൃഷ്ണനും വാസ്തവത്തിൽ രണ്ടല്ല, രണ്ടാണ് എന്ന് നമുക്ക് തോന്നിയാലും വാസ്തവത്തിൽ ഒന്ന്. ഏതാണ്? ജീവൻ രാധയാണെങ്കിൽ ഈശ്വരൻ കൃഷ്ണൻ, അല്ലേ? അപ്പൊ ഈ ജീവനിലുള്ള മാലിന്യങ്ങൾ, വന്നു ചേർന്ന മാലിന്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് ഈശ്വരനായിത്തീരും. ഈ മാലിന്യങ്ങളാണ് നമുക്ക് ഈ ലോക ഭോഗങ്ങൾക്കൊക്കെ മോഹം തോന്നുന്നതും ഇതിൽ വ്യത്യസ്തത തോന്നുന്നതും വലുതെന്നും ചെറുതെന്നും ഉച്ചനീചത്വങ്ങളും എല്ലാം നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒഴുക്ക് നമ്മൾ അതിനെ ഒരു ചെറിയ മാറ്റം വരുത്തണം. ഈ ഒഴുകുന്ന നമ്മുടെ ഇന്നത്തെ അറിവോടുകൂടി ലോകത്തെ കാണുന്നതും അജ്ഞാനകാലത്ത് ലോകത്തെ കാണുന്നതും രണ്ടും രണ്ട്. ഒരേ ലോകത്തെ നമ്മൾ കാണുന്നത്, പക്ഷേ ബോധത്തോടുകൂടി കാണുന്നതും മനോതലത്തിലൂടെ കാണുന്നതും ഒരുപോലെ, അല്ലേ? അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സ് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വലുതാണ് ചെറുതാണ്, ഇഷ്ടം അനിഷ്ടം, വേണ്ടത് വേണ്ടാത്തത്, തെറ്റ് ശരി, വിധി നിഷേധം, ഇങ്ങനെ ദ്വന്ദ്ങ്ങളെ കൊണ്ടാണ് ഈ ലോകം. എന്നാൽ ബോധപൂർവം നമ്മൾ വീക്ഷിച്ചു കഴിയുമ്പോഴോ ദ്വന്ദ്ങ്ങളില്ല, അവിടെ ഏകത്വം മാത്രമേ ഉള്ളൂ. ദ്വന്ദ്മാണ് നമുക്ക് എല്ലാ വിഷമത്തിനും കാരണം, ദുഃഖത്തിനും കാരണം. ഏകത്വം ബോധിച്ചാൽ അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. ആ ഏകത്വത്തെ കാണിക്കുന്നു കൃഷ്ണൻ, ദ്വന്ദ്ങ്ങളെ കാണിക്കുന്നു രാധ. ഈ ദ്വന്ദ്ത്തിൽ നിന്നും നമ്മളും ഏകത്വത്തിലേക്കാണ് നീങ്ങേണ്ടത്. അത് നീങ്ങുമ്പോൾ നമുക്ക് രാധയും കൃഷ്ണനും വാസ്തവത്തിൽ ശരീരം കൊണ്ട് മാത്രമേ അവര് ഒന്നാണ് വാസ്തവത്തിൽ. ഇപ്പൊ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, പരതരം നാന്യല കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണികനായിവ നല്ലൊരു ശ്ലോകമുണ്ട്. അപ്പൊ അതെന്താ, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതാണ് ഈശ്വരൻ. പിന്നെ ഒരു മാലയിൽ ഒരു മാലയുടെ ഓരോ മണിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു നൂലുകൊണ്ട്. അപ്പൊ ഈ നൂലുകൊണ്ട് ബന്ധിപ്പിക്കുമ്പോൾ മണികളെ നമ്മൾ കാണാം. ഈ മണിയൊക്കെ വേർപെടാതെ നിർത്തുന്നത് നൂലാണ്. ഈ നൂല് നമ്മൾ കാണില്ല, മണി നമുക്ക് കാണാൻ പറ്റും. മണിയൊന്ന് പൊട്ടിപ്പോകാം. ആ നൂലാണ് ഈശ്വരൻ. ഈശ്വരനാകുന്ന ആ നൂലിൽ കോർക്കപ്പെട്ട മണികളാണ് നമ്മളൊക്കെ. ആ നൂലിനെ അറിഞ്ഞാൽ പിന്നെ ഈ മണിയൊന്നും തന്നെ വേറെയല്ല, അല്ലേ? കാണുന്നില്ലെങ്കിലും നൂലിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ഈ മണിയിൽ കൂടി നമുക്ക് നൂലിനെ ബോധിക്കാലോ. ഇപ്പോ വൈദ്യുതി നമ്മൾ ഇവിടെ ലൈറ്റ് ഇടുന്ന സമയത്ത് വെളിച്ചത്തിലൂടെ നമ്മൾ വൈദ്യുതിയെ ബോധിക്കുന്നില്ലേ? ഇപ്പൊ കറണ്ട് പോയി എന്നാണ് നമ്മൾ പറയുന്നത്. കറണ്ട് പോയിട്ടൊന്നുമില്ല, വെളിച്ചം പോകുമ്പോൾ കറണ്ടില്ല നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈശ്വരനെ ബോധിക്കാം, അല്ലേ? ഇതിലൂടെ അതിനെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഈ കണ്ണുകൊണ്ട് അതിനെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ തത്വത്തിലേക്കാണ് ആത്മഭാഷണം വിരൽ ചൂണ്ടുന്നത്. അത് കഥാരൂപത്തിൽ പറയുന്നു. രാധയും കൃഷ്ണനും വാസ്തവത്തിൽ രണ്ടില്ല. അപ്പോൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നു ആത്മഭാഷണത്തിലുള്ള ഒരു വാക്ക്, എനിക്ക് വളരെ ഇഷ്ടമായി തോന്നി. അതെന്താണ്, രാധയും കൃഷ്ണനും. രാധയെ ഞാൻ ഇത്രേ 16,008 ഭാര്യമാരൊക്കെ വിവാഹം ചെയ്തു, രാധയെ കല്യാണം കഴിക്കാത്തതിൽ രാധയ്ക്ക് വിഷമല്ലേ, അതുപോലെ ആളുകളും എന്താ പറയുക എന്ന് ചോദിച്ചപ്പോൾ രാധ എന്താ പറഞ്ഞത്, വിവാഹത്തിന് 2 ആളുണ്ടേ, അല്ലേ? ഇതെത്ര വലിയ വാസ്തവ. ഈ 2 പേരുടെ ആവശ്യമില്ലല്ലോ, നമ്മൾ 2 അല്ലല്ലോ വാസ്തവത്തില്, ഒന്നല്ലേ? പിന്നെന്തിനാ നമ്മൾ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഏകരല്ലേ നമ്മൾ, ശരീരം കൊണ്ടല്ലേ 2. അതൊരു ശാപം കൊണ്ടാണ് വാസ്തവത്തിൽ രാധ ഇങ്ങനെ വന്നതും ആ വിരഹദുഃഖം അനുഭവിക്കുന്നതും. നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം അനുസരിച്ചാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. തീർന്നാൽ
ഇവിടെ മുക്തരായി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇവിടെ ജീവിക്കുമ്പോഴാണ് ഈ മുക്തി നേടേണ്ടത്, മരിച്ചു പോയിട്ട് നേടേണ്ടതല്ലത്, ഇപ്പൊ തന്നെ നേടുന്നു. അതിന് നമ്മൾ നിരന്തരമായിട്ടുള്ള ആത്മസ്മരണയിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ അനുഭവതലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കൃഷ്ണന്റെ പുഞ്ചിരിയാണോ അമ്മയുടെ പുഞ്ചിരിയുടെ പിന്നിലുള്ള രഹസ്യം? തീർച്ചയായിട്ടും കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കരഞ്ഞിട്ടില്ല എന്നാണ്. എപ്പോഴും പുഞ്ചിരിക്കുന്ന, ഏത് വിപരീത ഘട്ടത്തിലും യുദ്ധമധ്യത്തിലും സന്തോഷിക്കുന്ന ഒരാളായിട്ടാണ് കൃഷ്ണനെ ചിത്രീകരിക്കുന്നത്. ആ അവസ്ഥ കൃഷ്ണനെ നമ്മൾ നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിപരീത ഘട്ടങ്ങളില്ലാത്ത ഒരാളുമില്ല. എന്നാലും ആ വൈപരീത്യങ്ങളെയൊക്കെ നമുക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാൻ കഴിയണ്ടേ, അല്ലേ? അപ്പോൾ അതായിരിക്കണം ഈ പുഞ്ചിരിയുടെ പിന്നിലുള്ള രഹസ്യം. അപ്പോൾ ഭഗവാന്റെ പുഞ്ചിരി തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് ഭഗവാനല്ലേ ചിരിക്കുന്നത്, നമ്മളല്ലല്ലോ വാസ്തവത്തിൽ. നമുക്കൊന്നും കഴിയില്ല. നമ്മളൊരു വേണു പോലെയാവണം, രാധ വേണു പോലെയാണെന്നാണ്. ആ വേണു, ആ മുരളിയിൽ ഒരു കേടും കടമ്പും ഒന്നും ഉണ്ടാവരുത്. അതിലെന്തെങ്കിലും ഒരു കരടുണ്ടായി കഴിഞ്ഞാൽ മനോഹരമായി ഊതാൻ ശബ്ദം ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഈ ശരീരം ഒരു മുരളിയായിട്ട് നമ്മൾ കാണുക, ഭഗവാനാണ് ഇതിലൂടെ ഊതിക്കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം നമുക്ക് ശ്രവിക്കണമെങ്കിൽ ഇതിൽ ഞാനെന്ന തോന്നൽ ഒട്ടും ഉണ്ടാവരുത്. അപ്പോൾ ഇതിൽ ഭഗവാനല്ലേ നിറഞ്ഞിരിക്കുന്നത്. ആ തോന്നൽ നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പരമമായിട്ടുള്ള അവസ്ഥയാണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കേ വേണ്ടുള്ളൂ. നമ്മളെന്നത് അതിൽ നിന്ന് വേറെ അല്ല, വാസ്തവത്തിൽ അത് തന്നെയാണ്. രണ്ടാണെന്ന് തോന്നലാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഒന്നായിട്ട് ബോധിക്കണം നമ്മൾ. അതിന് നിരന്തരം നമുക്ക് ആ സ്മരണ തന്നെ വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗുരുവെ ശരണം പ്രാപിക്കുന്നത് എന്നിൽ അഹന്ത തല പൊക്കാതിരിക്കാൻ വേണ്ടിയാണ്, അതിനെ ചവിട്ടി താഴ്ത്താനാണ്. അല്ലെങ്കിൽ അഹന്തയാ പൊങ്ങുക, ദേഹോഹബുദ്ധി വളരും. ആത്മോഹബുദ്ധിയാണ്. അതാണ് ദേഹോഹബുദ്ധിക്ക് അധീനരായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ദേഹമാണ് ഞാൻ എന്ന് തോന്നിയാൽ ഈ ദേഹം ചുമക്കുന്ന ചുമട്ടുകാരാണ് നമ്മൾ. ആത്മോഹബുദ്ധിക്ക് അധീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർ നാം. ആത്മോഹബുദ്ധിയാണ് നമുക്കുള്ളതെങ്കിൽ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് നമ്മൾ. അപ്പോൾ ശരിക്കും നമ്മൾ ചുമട്ടുകാരനാവണോ നിയാമകരാവണോ? നിയാമകരാണ് നമ്മൾ. നിയാമകരായിരിക്കുന്ന നമ്മൾ ചുമട്ടുകാരായിട്ട് ഇവിടെ ഭാവിക്കുന്നു. അതാണ് നമ്മളിൽ നിന്ന് പോവേണ്ടത്. അപ്പോൾ അത് കളയാൻ എന്തിനെത്ര മടിക്കുന്നത്, അല്ലേ? അത് കളയേണ്ടതിനെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഗുരു സ്വാമി എപ്പോഴും പറയാറുണ്ട്, ഈ വേണ്ടാത്ത കാര്യം എന്തിനാ ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം വായിക്കുന്നത് അവധൂത ചിന്തകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ആ അവധൂത ചിന്തകൾ അതിൽ വളരെയധികം ചിന്തനീയമായിട്ടുള്ളതാണ്. കാരണം വേറെ എവിടെയും കേൾക്കാത്തതാണ്. പുത്തനായിട്ടുള്ള ആശയങ്ങൾ, നല്ല നല്ല പ്രാസവം ഒപ്പിച്ചുള്ള രത്നങ്ങളാണ് അതിൽ ചുരുക്കി. അതിനെ പലപ്പോഴും വിസ്തരിച്ച് ഞാൻ പലതിലും എഴുതാറുണ്ട്. അമ്മ ഇത്ര നല്ലൊരു സത്സംഗം തന്നതിന് നന്ദി പ്രകടിപ്പിക്കുന്നു. അമ്മയ്ക്കിനിയും ഈ സാധകരോട് എന്തെങ്കിലും ഒരു സന്ദേശം തരാനുണ്ടോ? സന്ദേശം പ്രത്യേകിച്ച് എന്ത് തരാനാ? നിങ്ങളുടെ സൂര്യനെ പോലെ ജ്വലിക്കുന്ന നിങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടിയത്, നമുക്ക് ഒരു ഗുരുവിനെ കിട്ടിയത് മഹാഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ അവധൂത സ്വാമി, അദ്ദേഹത്തിന് അച്ഛനും അമ്മയും പേരിട്ടതാണ് ഗുരുപ്രസാദ്. പക്ഷെ അതിലൂടെ അവധൂത് എന്നുകൂടി കൂട്ടിച്ചേർത്തതിൽ വളരെയധികം സന്തോഷവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അനവധി കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈശ്വരൻ തന്നെ അയച്ചു തരുന്ന ഓരോ രത്നങ്ങളാണ്. രത്നം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന ഒരു വസ്തുവാണ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് പ്രകാശിപ്പിക്കാൻ ഒരു സഹായി ആവശ്യമാണ്. കാരണം ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് കത്തിക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് സ്വയമേ ഒരു വിളക്ക് ഉണ്ടാക്കാൻ വളരെ വിഷമാണ്. അരണി കടഞ്ഞിട്ടൊക്കെയാണ് പണ്ട് തീയുണ്ടാക്കുക.
ഇപ്പോഴങ്ങനെയല്ല, കത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വേഗത്തിൽ നമുക്ക് ജ്വലിപ്പിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇതുപോലെ തത്വരത്നങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ഗുരു ഉണ്ടാവുക എന്നത് നമ്മുടെയൊക്കെ സുഹൃതം കൊണ്ടാണ്. അത് കണ്ടുമുട്ടാനും അവരുമായി ഐക്യപ്പെടാനും അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളാനും കഴിയുക എന്നതിലപ്പുറം മറ്റൊരു ഭാഗ്യം നമുക്കുണ്ടാവാനില്ല. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ഇതാണ് വേണ്ടത്. മറ്റ് എത്ര പണമുണ്ടായാലും എത്ര പേരെടുത്താലും ഏതെല്ലാം തരത്തിൽ നാം ബഹുമാന്യരായി തീർന്നാലും അതെല്ലാം ശൂന്യമാണ്. ഏകദേശം ബലശൂന്യമായിട്ടുള്ള വാർദ്ധക്യം നമുക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകണം. എന്നാൽ ആത്മവിദ്യ എന്നും നമുക്ക് വിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. അതിനുള്ള സാഹചര്യം നമുക്കുണ്ടാവുക എന്നതിൽ കവിഞ്ഞ് ഒരു മഹാഭാഗ്യം വേറെ ഇല്ല. അതുകൊണ്ട് ഒരു മഹാഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുന്നു. ഒരു പൗരസ്ത്യ ദീപം എന്ന് ബുദ്ധനെ മറ്റുള്ളവർ വിശകലനം ചെയ്തതുപോലെ തന്നെ നമുക്കൊരു പൗരസ്ത്യ ദീപമായി തന്നെ ഇദ്ദേഹത്തെ, നമ്മുടെ അവധൂത് ഗുരുപ്രസാദിനെ കാണാം. അദ്ദേഹം വളരെ ചെറുപ്പമാണ്. എല്ലാവരും പറയും, ചെറുപ്പത്തിൽ ഇതൊക്കെയോ? ഞാൻ കുട്ടിയാവുന്ന സമയത്തേ ഈ ആധ്യാത്മികമായ കാര്യങ്ങളിൽ തൽപരയായ സമയത്ത് ആളുകൾ പറഞ്ഞിരുന്നു, ഓ ഇത്ര ചെറുപ്പത്തിലൊന്നും ഇതിനായിട്ടില്ല, ഇതൊക്കെ കുറേ പ്രായമായ ശേഷമാണ് വേണ്ടത് എന്ന് പറയും. പക്ഷെ പ്രായമായാൽ നമുക്കൊന്നിനും സാധിക്കില്ല. നമ്മളെ മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം ദുർബലാവും. ഒരു കാര്യവും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. നല്ല കാലത്ത് വേണം, ചെറുപ്പത്തിൽ വേണം ആത്മവിദ്യ അഭ്യസിക്കാൻ. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ എല്ലാ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെയും ഉണർത്താനുള്ള ശേഷി നമുക്കുണ്ടാവുകയുള്ളൂ. എന്നാൽ വൃദ്ധരായവർ നിരാശപ്പെടണ്ട. നമുക്ക് ഇപ്പോഴെങ്കിലും ഇത് സാധിച്ചല്ലോ എന്ന കാര്യത്തിൽ സംതൃപ്തരാവുകയാണ് വേണ്ടത്. കാരണം നല്ലൊരു വൃദ്ധാവസ്ഥയുണ്ടെങ്കിലേ നല്ല ഒരു ശൈശവം ഉണ്ടാകൂ. ഇത് സംശയം തോന്നുന്നില്ലേ? നമുക്ക് വൃദ്ധതയാണോ ശൈശവാണോ ആദ്യം ഉണ്ടായത്? നല്ല വൃദ്ധന്മാർ ഉണ്ടെങ്കിലേ നല്ല ശൈശവം നമുക്കുണ്ടാവും. നമ്മൾ പറയും ശൈശവം നന്നാക്കണം എന്നാലേ വൃദ്ധത നന്നാവുള്ളൂ എന്ന്. അതും ശരിയാണ്. പക്ഷേ വൃദ്ധന്മാർ ധരിക്കേണ്ടത് എന്താ? വൃദ്ധത വെറുതെ കളയാനുള്ളതല്ല. വാർദ്ധക്യം വേണ്ട മാതിരി ഉപയോഗിച്ചാൽ ഈ ദേഹം ജീർണിച്ചു പോയി അടുത്ത് നമ്മളൊരു ശൈശവത്തിലേക്കാണ് വരുന്നത്. ആ കുട്ടിക്കാലം നന്നാവണമെങ്കിൽ നമ്മുടെ വൃദ്ധാവസ്ഥ നന്നാവണം. വൃദ്ധാവസ്ഥ നന്നായാൽ ശൈശവം നന്നാവും എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് വൃദ്ധരായിക്കഴിഞ്ഞാലും നമ്മൾ ആത്മീയത ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. പലരും പറയും, ഓ എനിക്ക് വയസ്സായി, ഇനിയിപ്പോൾ എൻ്റെ സമയമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നല്ല നമ്മൾ കരുതേണ്ടത്. നമുക്ക് ഇത്ര പ്രായമായാലും നമ്മളിതിൽ തൽപരരായാൽ നമ്മൾ ആ ചിന്തയിൽ തന്നെ നമ്മുടെ ദേഹം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാനെ തന്നെ സ്മരിച്ച് ആരാണോ ദേഹം ഉപേക്ഷിക്കുന്നത് അവർ ഭഗവത് പദത്തിന് അർഹരായിത്തീരുന്നു എന്ന്. അതുകൊണ്ട് ഈ മുമ്പത്തെ സാധനാ ബലമൊന്നും വേണ്ട. അന്ത്യകാലത്തെ സ്മരണ നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയ്ക്ക് കാരണമായി ഭവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും വിലയേറിയതാണ്. അതിനു പറ്റിയ ഒരു ഗുരുവിനെയും നമുക്ക് കിട്ടി, അതിനു പറ്റിയ സാഹചര്യവും ഉണ്ടായി, നമുക്കതിനുള്ള ഒരു മനസ്സും വന്നു. ആ മനസ്സ് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. അപ്പം നമുക്കതിനുള്ളൊരു മനസ്സുമുണ്ടായി. എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമായി കണ്ട് നമ്മുടെ ജന്മം സഫലമാക്കി തീർക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് വേറൊരാളല്ല. ഗുരു എന്നതൊരു ഒരു വഴികാട്ടി മാത്രമാണ്. അദ്ദേഹം ചൂണ്ടി കാട്ടിത്തരിക മാത്രമേ ചെയ്യുള്ളൂ. ആ ചൂണ്ടിക്കാട്ടിത്തരുന്ന ദിക്കിലേക്ക് നമ്മളാണ് യാത്ര ചെയ്യേണ്ടത്. അതിന് നമ്മൾ തയ്യാറാവണം. നമുക്ക് തീർച്ചയായും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹരി ഓം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തൽക്കാലം നമുക്ക് അവധൂത് ഗുരുപ്രസാദ് ജിക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ഗ്രാമദീപാശ്രമത്തിനോടനുബന്ധിച്ചും ഷൊർണൂർക്കാരായ ഞങ്ങൾ ദേവകി ടീച്ചറെ നിലമ്പൂരമ്മ എന്നാണ് വിളിക്കുന്നത്, അവരെ സംബന്ധിച്ചും എൻ്റെ
അനുഭവങ്ങളും അറിവുകളും അനുഭൂതികളെ പറ്റി കുറച്ച് വിവരിക്കാം. അമ്മയെ ഏകദേശം ഒരു 40 വർഷം മുമ്പുള്ള പരിചയം. അന്ന് അമൃതാനന്ദമയി സത്സംഗ സമിതി അവിടെ സജീവമാണ്. ആ കാലഘട്ടത്തിൽ അമ്മയും അമ്മയുടെ ആചാര്യനായിട്ടുള്ള രാമൻ സാറ്, ഡോക്ടർ രാമൻ എന്നാണ് പറയുക, അവരും അവിടെ വരുവുണ്ട്. അങ്ങനെ അമ്മയുടെ ഈ പ്രഭാഷണം കേട്ടിട്ട്, അതിനു മുമ്പേ തന്നെ ഇതിന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രഭാഷണത്തിലൂടെ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ പ്രഭാഷണം കേട്ട് അങ്ങനെ ഇതിലോട് കൂടുതൽ താല്പര്യനായി. പിന്നെ എനിക്ക് തോന്നി അമ്മ പൊതുവേ ഇങ്ങനെ, എനിക്ക് ഒരുപടി സംശയമുള്ള ആളാണ് ഞാൻ, ധാരാളം സംശയങ്ങളാണ്. എനിക്കിപ്പോൾ ഒരാളിങ്ങോട്ട് പറഞ്ഞ ഉടനെ ഞാൻ വിശ്വസിക്കില്ല. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം 18ാം പടിയിൽ നിന്ന് ഒരാൾ പറഞ്ഞ് എന്തുകൊണ്ട് 17 ആയിക്കൂടാ, എന്തുകൊണ്ട് 19 ആയിക്കൂടാ, അതേമാരി ഇരുമുടി കെട്ടിയ എന്താ 3 മുടി കെട്ടിയ 4 മുടി കെട്ടിയ എന്താ, ഈ നെയ്യ് എന്തിനുകൊണ്ട് തേങ്ങയിൽ തന്നെ കൊണ്ടുവന്ന ഒരു കുപ്പിയിൽ കൊണ്ടൊഴിച്ചാൽ പോലെ, ഈ വാതിരിയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ് ഞാൻ അന്നും ഇന്നും. ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സയൻറ്റിഫിക്കലി എനിക്ക് ബോധ്യം വരണം. അപ്പം ഇതേറെക്കുറെ അമ്മയിൽ നിന്ന് ലഭിച്ചു. അമ്മ പറയുന്നത് ആ ശാസ്ത്രീയമായ രീതിയിലാണ്, വെറുതെ കുറേ കഥകളും പറഞ്ഞ് മയക്കല്ല. വാട്ട് ഈസ് വാട്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സത്യത്തിലേക്ക് അടുക്കാൻ എളുപ്പമാണ്, സത്യബോധത്തിലേക്ക് അടുക്കാൻ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ആ പരമ സത്യത്തെ അറിയുകയും അനുഭവിക്കുകയാണ്. എല്ലാവരും പറയും ആ പരമസത്യത്തെ അനുഭവിക്കൂ, അറിയൂ, അനുഭവിക്കൂ. ആരും പറഞ്ഞു തരാല്ലേ എന്താ ഈ പരമസത്യം. ഒടുവിൽ യാത്ര തുടർന്നു, മനസ്സിലായി പരമസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവം ഈശ്വരമയം, ഈശാവാസ്യം ഇതം സർവം. ആ ഉപനിഷത്തിലൂടെ കാര്യം ക്ലിയറായി. ഇവിടെ ഉള്ളത് സകലതും ഈശ്വരനാൽ നിറഞ്ഞിരിക്കുന്നു. പോരാ, പിന്നെ എൻ്റെ യാത്ര തുടർന്നു. ഈ പരമസത്യം എന്താണെന്നുള്ളത് വളരെ ലളിതമായി നിർവചിച്ചൊരു കാവ്യം എനിക്ക് കിട്ടാൻ. സദാശിവ ബ്രഹ്മേന്ദ്ര കേട്ടിട്ടുണ്ടാവും, അവധൂതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത കേൾക്കാനിടയായി. സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം, കിം വചനീയം കിമവചനീയം കിം രചനീയം കിമരചനീയം കിം പഠനീയം കിമപഠനീയം സർവത്ര സദാ ഹംസധ്യാനം കർത്തവ്യം പോ മുക്തിനിദാനം. പരമസത്യത്തെ കുറിക്കുന്ന കാവ്യമായിരുന്നു. ഇതെൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. സർവം ബ്രഹ്മമയം, ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കണം ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയും വിചാരവും ധ്യാനവും ഒക്കെ. സർവം ബ്രഹ്മമയം എന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ സത്യം തെളിഞ്ഞു. പിന്നെ ആ ബ്രഹ്മം തന്നെയാണ് എൻ്റെ ഉള്ളിലൊന്നും കൂടി തെളിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായി. അപ്പം അവിടെയാണ് വേദോപനിഷത്ത് പറഞ്ഞ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് അറിയാനുള്ള അവസരം കിട്ടും. ഞാൻ ബ്രഹ്മമാണെന്നുള്ളത് അനുഭവിക്കാനുള്ള അവസരം കിട്ടും. സർവം ബ്രഹ്മമയം എന്നുള്ളതിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതെനിക്ക് വളരെയധികം ഉപകരിച്ചു. ബുദ്ധിതലത്തിലത്, സത്യം പറയട്ടെ, ബുദ്ധിതലത്തിൽ ഉറച്ചു എന്ന് തന്നെ പറയാം. സർവം ഈശ്വരമയം, ഈശ്വരനല്ലാതെ ഇവിടെ എന്താണുള്ളത്? അദ്വൈത സത്യമല്ലാതെ ഇവിടെ എന്താണുള്ളത്? ഒടുവിൽ തുടർ യാത്രയിൽ ഞാനും ആ ഈശ്വരനും ഒന്ന്, അഹം ബ്രഹ്മാസ്മി, അത് ബുദ്ധിയിൽ ഉറച്ചു. ഇനി അനുഭവത്തിൽ സദാ അനുഭൂതി തലത്തിൽ അനുഭവിക്കണം. അവിടേക്കുള്ള പ്രയാണമാണ്. അപ്പോൾ ഈ ഗ്രാമദീപാശ്രമത്തിൽ വന്നിട്ട് അത് അമ്മയോടായിട്ടുള്ള സംവാദത്തിലൂടെ അതിൽ ഒന്നുകൂടി അനുഭവം കിട്ടി. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്നിട്ടാണ് പ്രൊഫസർ സുഗത, ഞങ്ങൾ സംവാദം നടത്തും. അവർക്ക് ഉപനിഷത്തും വേദങ്ങളും പിന്നെ ഗീത, അതിൽ പിന്നെ ഇവിടെ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തെ മണിയേട്ടൻ എന്നാണ് വിളിക്കുക. അദ്ദേഹം അദ്വൈതത്തെക്കുറിച്ചൊരു മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ് തോന്നുന്നു. അദ്ദേഹത്തിന് 12-13 വയസ്സിലാണ് ഒരു ഉൾക്കാഴ്ച കിട്ടിയതിനെപ്പറ്റി.
ഐ ഫീൽ ഇറ്റ് ഈസ് ലൈക്ക് എ മിറാക്കിൾ. അങ്ങനെ അവരുമായിട്ടുള്ള സംവാദം ഇതെല്ലാം എൻ്റെ ഈ അറിവിനെ ഒന്ന് ഉറപ്പിക്കാൻ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർഗബന്ധു പുരസ്കാരം അമ്മയ്ക്ക് നൽകി എന്നുള്ള, അല്ലെങ്കിൽ നൽകാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം കിട്ടി. അമ്മ ഞങ്ങളെ വിളിച്ചു ഉത്രാന്തി പോകണം. അതനുസരിച്ചിട്ട് അമ്മ, ഞാൻ, സുഗത ടീച്ചറ്, ശ്രീ പ്രദീപ് കുമാർ, പിന്നെ ശാന്തകുമാരി, അവരുടെ പേരെന്തായാലും, അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ. വേണ്ട, മനസ്സൊക്കെ വളരെ ഒരു കുളിർമ തരത്തിലായിരുന്നു അവിടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ തരത്തിലും. അങ്ങനെ ഏറ്റവും എന്നെ ആകർഷിച്ചത് അമ്മയെ കാല് കഴുകിപ്പിക്കുന്നൊരു ചടങ്ങ്, ആദരിക്കുന്ന ചടങ്ങ്. അതിൽ എന്നെ ഇത്രയും അധികം ആകർഷിക്കാൻ കാരണം വേറൊരു വലിയ കിണ്ണത്തിൽ കാല് വെച്ച് കഴുകല്ല, വലിയൊരു മരക്കഷ്ണത്തിൽ കൊണ്ടു നിർത്തിയിട്ട് വലിയൊരു മരത്തിൻ്റെ മീതെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റേജ് അതിൽ കൊണ്ടേ കാല് കഴുകല്ല, അല്ലെങ്കിൽ ഒരു പീഠം, ജസ്റ്റ് വേറൊരു പീഠത്തിൽ കയറ്റി കാല് കഴുകല്ല. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ആമയുടെ ആകൃതിയിലാണ്. നമ്മുടെ വേദോപനിഷത്തുകളിലൊക്കെ എപ്പോഴും ഈ താമര, ആമ ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. താമര എപ്പോഴും വെളിച്ചത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അദ്വൈതാനുഭൂതിയുടെ പ്രതീകമാണ്. അതുപോലെ തന്നെയാണ് ഈ ആമ. ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കി ആ പരമസത്യത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുള്ള ഉപാധിയാണ് ആമ. അപ്പം അങ്ങനത്തെ ഒരു പുണ്യപുരുഷന്മാരെ ഇങ്ങനെ തന്നെയാണ് ആദരിക്കേണ്ടത്. പല ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണും ആമയുടെ മീതെ വിളക്ക്, നിലവിളക്ക്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവെലിഞ്ഞാൽ പരമസത്യം പ്രകാശിക്കും. സർവം ഈശ്വരമയം എന്ന സത്യം പ്രകാശിക്കും. അതിൻ്റെ പ്രതീകമാണ് നിലവിളക്ക് കത്തുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ അമ്മയെ ആദരിച്ചത്, അമ്മ ആ പരമസത്യം അനുഭവിച്ചു, അല്ലെങ്കിൽ അറിഞ്ഞു, അല്ലെങ്കിൽ അനുഭവിച്ചു എന്നുള്ള പ്രതീകം കൂടിയാണത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന രീതി, അതുതന്നെയാണ് വേണ്ടതും. അത് വളരെയധികം എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലൊതുക്കി പരമസത്യത്തിലേക്ക്, ഇനിയിപ്പോൾ അതോ നമ്മുടെ അവയവങ്ങൾ പുറമേക്ക് പോവുകയാണെങ്കിൽ അത് പരമസത്യത്തെ കാണും. ഇപ്പം ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിഞ്ഞ് അത് മുഴുവനായാൽ, ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കണമെങ്കിലും ഞാൻ ആ പരമസത്യത്തെ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും കാണില്ല. ഞാൻ നിങ്ങളിലുള്ള പരമസത്യത്തിനെ കാണുള്ളൂ. ഗുരുപ്രസാദ് ജി ആയിട്ട് വ്യവഹാരിക തലത്തിൽ കാണും. വാസ്തവത്തിൽ നിങ്ങളാരാ? ആ പരമസത്യമാണ്. പിന്നെ മണിയേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, മണിയേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയില്ല അവിടെ. ആ പരമസത്യമായ പരമാത്മാവനെയാണ്. അത് രൂപം ധരിച്ച് മണിയേട്ടൻ, വ്യവഹാരികത്തിന് വേണ്ടി. ഈ നാമരൂപങ്ങളൊന്നും സത്യമേ അല്ല. കോടിക്കണക്കിന് നാമരൂപങ്ങൾ വന്നു. എവിടെയാണ് അവരുടെ നിലനിൽപ്പ് ഇപ്പോൾ? എവിടെ? ആ സത്യം മാത്രമേ വാസ്തവത്തിലുള്ളൂ. എത്ര കോടി സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും സത്യമല്ല. സ്വർണം മാത്രമേ സത്യം. ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. എത്ര കോടി മൺപാത്രങ്ങൾ ഉണ്ടെങ്കിലും ആ മൺപാത്രങ്ങൾ ഒന്നും സത്യമല്ല. അതിലുള്ള സത്യം മണ്ണ് മാത്രം. അതുപോലെ എത്ര കോടി പ്രപഞ്ചങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ആ പ്രപഞ്ചമൊന്നും ഇല്ല. അണ്ടകടാഹ കോടികൾ ഇവിടെ ഇല്ല. ഉള്ളതാ ജഗദീശ്വരൻ, പരമാത്മാവ്, പരമസത്യം മാത്രം. ഈ ആമയുടെ പുറത്തുള്ള അമ്മയുടെ നിൽപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ തത്വമാണ് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയത്. അതെനിക്ക് വളരെയധികം ഒരു നിർവൃതി തന്നു, സന്തോഷം തന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉപഹാരം കൊടുക്കൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ കുറച്ചൊരു സമയം തന്നു 2 വാക്ക് സംസാരിക്കാൻ. എനിക്ക്, പ്രൊഫസർ സുഗതയ്ക്ക്, ശ്രീ പ്രദീപ് കുമാർ അവർക്ക് ഒക്കെ സമയം കിട്ടി. അതിൽ കഴിഞ്ഞിട്ട് നവരാത്രി കാലമായിരുന്നത്. നവരാത്രി കാലത്ത് ബൊമ്മക്കൊലു, അത് കണ്ടപ്പോൾ അതിലേറെ സന്തോഷം തോന്നി. കാരണം മഹത്തായൊരു തത്വം അതിൽ അടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് ഈ ഗുരുക്കൾ അദ്വൈത സത്യം ശിഷ്യന് പറഞ്ഞു കൊടുക്കുക, കുറേ മണ്ണ് കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് വിളിച്ചു പറയും, നീ ഇവിടെ പലത് കാണുന്നു, പക്ഷെ ആ പലത് വാസ്തവത്തിലുണ്ടോ ശിഷ്യ? ഇല്ല.
ഉള്ളതെന്താ? മണ്ണ്. നീ ഇവിടെ ആനയെ കാണുന്നു, പൂച്ചയെ കാണുന്നു, കോഴിയെ കാണുന്നു, കള്ളനെ കാണുന്നു, സ്ത്രീയെ കാണുന്നു, സകലതും കാണുന്നു. വാസ്തവത്തിൽ ഇവിടെ ഉണ്ടോ ഇതിലൊക്കെ? ഈ ഇതിൽ ഇല്ലല്ലോ. ഉള്ളതെന്താ? മണ്ണ്. ഇതിങ്ങനെ വന്നിട്ട് ഈ തത്വം പഠിപ്പിക്കാൻ വേണ്ടി ആചാര്യന്മാരും ഗുരുക്കളും വിവിധ തരത്തിലുള്ള ബൊമ്മകളെ ഉണ്ടാക്കും. പശു, പട്ടി, പുലി, മനുഷ്യൻ, ആന, അങ്ങനെ 100,000 അല്ലെങ്കിൽ 100 കണക്കിന്. പക്ഷേ ഈ ബൊമ്മകളിലുള്ള ഏക വസ്തു എന്താ? മണ്ണ്. അപ്പം ഈ മനോഹരമായ പരമസത്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉള്ളതാണ് പിന്നീട് അത് ഈ പരമസത്യത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹത്തായ സംരംഭമാണ് ഈ ഒരു ബൊമ്മയെ ധാരാളം ബൊമ്മക്കൊലു എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള സത്യം ഇതാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും അതിലെ ഏകത്വത്തെ കാണുക. ഏകത്വം. ഈ ഏകത്വ ദർശനത്തിലൂടെ മാത്രമേ നമുക്ക് സത്യസാക്ഷാത്കാരമുണ്ടാവും. നവരാത്രി ദിനങ്ങളിൽ നമ്മൾ എവിടെ ബൊമ്മക്കൊലു കാണുന്നോ ഉടനെ ഈ സത്യം ഉള്ളിൽ വരണം. ഏകത്വം. ഈ സർവ്വപ്രപഞ്ചങ്ങളിലും അവിടെ മാത്രം കണ്ടാൽ പോരാ, ഈ സർവ്വപ്രപഞ്ചങ്ങളിലും ഏകത്വം ദർശിക്കും. ഈ ഏകത്വ ദർശനവും അവിടെ ഇത് കണ്ടപ്പോൾ ഉള്ളിൽ അറിയാതൊരു അനുഭൂതി അനുഭവപ്പെട്ടു. അപ്പോൾ മാത്രമല്ല, പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങളുടെ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ധ്യാനമാണത്. അതാണ് വാസ്തവത്തിൽ വേണ്ടത്. പുറമെ എന്ത് ധ്യാനിച്ചാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. ഇപ്പോൾ പരമശിവൻ ഇവിടെ വന്നിട്ട് എന്ത് വേണം വരമെന്ന് ചോദിച്ചാൽ എന്താ? ഒരു കാര്യമില്ല. ബ്രഹ്മാവിൻ്റെ വരോ മോശമാക്കി പറയില്ല. പുറമെ എന്ത് കണ്ടാലും അത് നശിച്ചു പോകും. ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക്, എന്നിൽ നിന്ന് എന്നിലേക്ക് ഒരുവൻ പ്രയാണം ചെയ്താലേ ആ പരമസത്യം അവൻ അറിയാൻ കഴിയുള്ളൂ, അനുഭവവേദ്യമാകുള്ളൂ. അതാണ് അവിടെയും കണ്ടത്. മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ. വളരെ മനോഹരമായ പേര്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങളുടെ സിമ്പൾ താമരയാണെന്നാണ് എൻ്റേത്. ചെറിയ ഒരു ഇതിന്ന് അത് 4 ഭാഗത്തേക്കും വന്നിരിക്കുന്നു. അപ്പോൾ ഒന്നിൽ നിന്ന് പലതായത് ഒരേ സത്യമാണെന്നും കൂടി അത് ചൂണ്ടിക്കാട്ടും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈ ഒരു പരമസത്യമാണ് സകല പുരാണങ്ങളും വേദങ്ങളും 4 വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം പഠിപ്പിക്കുന്ന ഈ സത്യത്തിലെത്താനാണ്. ഏകത്തെ അനുഭവിക്കൂ, നീയും അതാണ്. അത് കഴിഞ്ഞ് നചികേതസിൻ്റെ കഠോപനിഷത്ത് പറഞ്ഞ നചികേതസിൻ്റെ അനുഭവം നമുക്ക് വരും. നചികേതസ് യമനോട് ചോദിച്ചു, മരണാനന്തരം എന്ത്? അപ്പോൾ യമൻ പറഞ്ഞ ഉത്തരം ഇതാണ്: മരണമില്ല മക്കളെ, നിനക്ക് അമൃതസ്യ പുത്ര. മരണമില്ല. പിന്നെ മരണാനന്തരം എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? കാരണം നീ ഈ ശരീര മനോബുദ്ധികളല്ല, ആ പരമതത്വമാണ് എന്ന്. അപ്പം ഇത്രയും ഈ മീ ടു മീയിൽ പോയിട്ട് മനസ്സിലാക്കിയത് ഒന്നും കൂടി ഓർക്കാനും ഒന്നും കൂടി അനുഭൂതി തലത്തിൽ വരുത്താനും ഞങ്ങൾക്ക് സാധിച്ചു. അന്ന് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തെ ട്രെയിനിന് വീണ്ടും ഗ്രാമദീപാശ്രമത്തിലേക്ക് മടങ്ങി. ഇനി ഈ ഗ്രാമദീപാശ്രമത്തിൻ്റെ പ്രത്യേകത, അമ്മയുടെ ഒന്നിനും അമ്മയ്ക്കിവിടെ ആരും ഭക്തരില്ല, ആരും ശിഷ്യന്മാരില്ല. അമ്മ അത്രയും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണോ സ്വീകരിച്ചോ. നിങ്ങൾ കർമ്മമാർഗമാണോ ആയിക്കോ, ഭക്തിമാർഗം ആയിക്കോ, പിന്നെ വിചാരമാർഗം ആയിക്കോ, ജ്ഞാനമാർഗം വേണോ പോയിക്കോ. പക്ഷേ ആ പരമസത്യത്തിലേക്കായിരിക്കണം നമ്മുടെ പോക്ക്. പരമസത്യം ബോധിക്കാനായിരിക്കണം ജീവിതം. അമ്മ എപ്പോഴും എല്ലാത്തിനും പറയും, നമുക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് ആ പരമസത്യം ബോധിച്ച് അറിഞ്ഞ് അനുഭവിച്ച് ശരീരം വിടുക, മരണമില്ലാത്ത അവസ്ഥയിലെത്തും. ഇതാണ് അമ്മയും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ മാസവും സത്സംഗമുണ്ട്, സെക്കൻഡ് സാറ്റർഡേ. പിന്നെ എല്ലാ വർഷവും ഭഗവത്ഗീത അല്ല, ഭാഗവത സപ്താഹം. അപ്പം ഇതൊക്കെ എല്ലാം പഠിപ്പിക്കുന്നത് ആ പരമസത്യത്തിലേക്ക് ഒരു ജീവനെ എത്തിക്കാണ്. ഇതാണ്
എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി മീ ടു മീ ധ്യാന കേന്ദ്രത്തിനും അവധൂത് ഗുരുപ്രസാദ്ജിക്കും എൻ്റെ പ്രണാമം. ആരാധ്യനായ അവധൂത്ജിക്ക് നമസ്കാരം. അവധൂത്ജി ഇന്ന് ഗ്രാമദീപം ആശ്രമത്തിലെത്തി ഗ്രാമദീപത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഒരു അവധൂത് രൂപത്തിൽ ഉള്ള അവധൂത്ജി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രകാശമാണ് ലഭിച്ചത്. പ്രകാശം എന്ന് പറയാൻ കാരണം ആത്മജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ആശ്രമത്തിൻ്റെ അധിപ. അമ്മ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഞങ്ങളെ മാറ്റി ഒരു പ്രത്യേകമായ ഒരു തത്വത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അതാണ് എനിക്കും ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന അനുഭവം വളരെ വ്യത്യസ്തമാണ്. മറ്റ് ആശ്രമങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ഗ്രാമദീപം ആശ്രമത്തിനുള്ളത്. അപ്പോൾ ഈ ഗ്രാമദീപം ആശ്രമത്തിൽ അങ്ങ് എത്തിപ്പെട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം ആനന്ദമാണ്. അതിന് കാരണം തിരുവനന്തപുരം മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷെ മെഡിറ്റേഷൻ സെൻറ്റർ എന്താണെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് തിരുവനന്തപുരത്ത് അങ്ങയുടെ ആശ്രമത്തിൽ എത്തിയപ്പോഴാണ്. അടിമുടി അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതായത് ഞങ്ങളെ സ്വീകരിച്ച് ഒരു ദിവസം ഒരു ഡേ ടൈം മുഴുവൻ ഞങ്ങളോടൊപ്പം നിന്ന് അവിടെ ഞങ്ങൾക്ക് തന്ന ഓരോ ഭക്ഷണത്തിൽ വരെ സ്പിരിച്വാലിറ്റി നിറഞ്ഞു വന്നിരുന്നു. അവിടെയുള്ള ഓരോ ആളുകളും ഫോട്ടോ എടുക്കുന്ന ക്യാമറാമാൻ പോലും സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് തോന്നിയത്. ഓരോരുത്തരും അവിടുത്തെ അമ്മമാരും അവിടുത്തെ എല്ലാവരും സ്പിരിച്വാലിറ്റി നിറഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുള്ള പെരുമാറ്റം അതൊക്കെ എന്ന് പറഞ്ഞാൽ അനിർവചനീയമാണ്. ഞങ്ങൾക്കുണ്ടായ ആനന്ദം അനിർവചനീയമാണ്. അപ്പോൾ ആ ആശ്രമത്തിൽ ശരിക്കും മെഡിറ്റേഷൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അല്ല കിട്ടി, അതിലുപരി അവിടെ നിന്ന് കിട്ടിയ ഒരു എനർജി, ആ ആശ്രമത്തിൽ നിന്ന് കിട്ടിയ ഒരു എനർജി പറഞ്ഞറിയിക്കാനാകില്ല. ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് പോകുന്ന അതാണ്, ആ ഒരു വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. കാരണം ഇതേപോലെ ഒരു ആശ്രമത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായാണ് ഞങ്ങളുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘ അംഗങ്ങളെല്ലാം വിലയിരുത്തിയുണ്ടായത്. ആ മനോഹരമായ ആ ഒരു അനുഭൂതി അയവിറക്കിക്കൊണ്ട് അങ്ങ് ഇവിടെ വന്ന് ഞങ്ങളെ കാണുകയും ഞങ്ങളോട് സംവദിക്കുകയും ചെയ്തപ്പോൾ അത് ഇരട്ടിക്കാനുണ്ടായി, ആനന്ദം ഇരട്ടിക്കാനുണ്ടായി. ഇപ്പം മീ ടു മീ മെഡിറ്റേഷൻ സെൻ്റർ എന്ന് പറയാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഈ പ്രസ്ഥാനത്തിന് ഇനി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു അവധൂത് എന്നതിലുപരി ഇപ്പം ഞാനിപ്പോൾ അവധൂത്ജിയായിട്ട് കുറേ സംസാരിച്ചു, ഈ പ്രൊഫസർ സംസാരിച്ചു, ഗോപാലകൃഷ്ണൻ സാർ സംസാരിച്ചു. എല്ലാവരും സംസാരിക്കുമ്പോഴൊക്കെ അവധൂത്ജിയിൽ കാണുന്ന ആ ഒരു ഭാവം സ്ഥായിയാണ്. അപ്പം സ്ഥിതപ്രജ്ഞമായ ഒരു അവസ്ഥയിലിരിക്കുന്ന അവധൂത്ജിയെ സംബന്ധിച്ചിടത്തോളം വാചാലമല്ല, മൗനമാണ് വാചാലമായി കാണുന്നത്. അവധൂത്ജിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വാക്കുകളേക്കാൾ വലുത് ആ മൗനം, അതീവമായ വാചാലതയാണ് കാണുന്നത്. ഞങ്ങൾക്ക് അതിശയമാണ് അങ്ങ് എങ്ങനെ ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഈ വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്കൊരിക്കലും ആലോചിച്ചിട്ട് കിട്ടാത്ത ഒരു വിസ്മയമാണ്. എന്താണെങ്കിലും അങ്ങയോട് ഇടപഴകാൻ കഴിഞ്ഞതും അങ്ങയോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരെ കാണാൻ കഴിഞ്ഞതും തിരുവനന്തപുരത്ത് എത്താൻ കഴിഞ്ഞതും അങ്ങ് വീണ്ടും തിരിച്ച് ഇവിടെ വന്നതുമെല്ലാം ഞങ്ങൾക്ക് ഒരു എനർജിയാണ്. ആ എനർജി നൽകി ഞങ്ങളെ ഉയർത്തിയ അവധൂത്ജിക്ക് എല്ലാവിധ വിജയാശംസകളും. അങ്ങ് ലോകത്തിന് നെറുകയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അമ്മ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ശേഷം ഗോപാലകൃഷ്ണൻ സാർ സംസാരിച്ചു. അതും കഴിഞ്ഞ് എൻ്റെ ഈ ഹ്രസ്വമായ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരിക്കൽ കൂടി അവധൂത്ജിക്ക്, അവധൂജിയുടെ കൂടെ വന്ന അമ്മയ്ക്കും കൂടെ വന്ന എല്ലാവർക്കും, ഇവിടെ ആരും അന്യരായില്ല, എല്ലാവരും ഒന്നാണെന്ന് കരുതുന്ന ഈ മഹത് സെൻറ്ററിൽ നിന്ന്, അതായത് മീ ടു മീ, മീ ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥമാക്കുന്നത് മീ എന്നത് ഞാൻ അടുത്ത മീ എന്ന് പറഞ്ഞ യൂണിവേഴ്സാണ്. എന്നിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് പോകുന്നു, പ്രപഞ്ചത്തിൽ നിന്ന് വീണ്ടും എന്നിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് പ്രപഞ്ചവും ഞാനും ഒന്നാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ റിവീൽ ചെയ്യപ്പെടുന്നത് എന്നാണ് ഞാൻ ധരിച്ചത്. മീ ടു മീ, എൻ്റെ ശരീരം, ഈ ശരീരത്തിലൂടെ ഞാൻ വളർന്നിട്ട് ഈ പ്രപഞ്ചമാകുന്ന മീയിലേക്ക് എത്തുന്നു. രണ്ട് മീ. ഒന്നാമത്തെ മീ ഞാനെന്ന ഒരു സൂക്ഷ്മമായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു പാർട്ടിക്കൽ യൂണിറ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മീ എന്ന് പറയുന്നത് യൂണിവേഴ്സാണ്.
അപ്പോൾ യൂണിവേഴ്സായി വളരാനും അതോടൊപ്പം തന്നെ മീൽ ഇരിക്കാനും കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും എല്ലാവിധ ഗുണങ്ങളും നൽകുന്ന ഒരു പാർട്ടിക്കിൾ യൂണിറ്റാണ്, അല്ലെങ്കിൽ ഒരു ആറ്റമാണ് നമ്മൾ ഓരോ വ്യക്തികളും. ആ വ്യക്തികളിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലെ നന്മകളെല്ലാം കൊത്തി നിറയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റാണ്, ഹ്രസ്വമായ യൂണിറ്റാണ് ഓരോ മനുഷ്യനും. ആ തത്വം, ആ സത്യം റിവീൽ ചെയ്യപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് മീ ടു മീ എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഒരിക്കൽ കൂടി ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതിലും അവിടെ എത്താൻ കഴിഞ്ഞതിലും ഞാൻ വളരെയധികം, ഞങ്ങളെല്ലാവരും അതീവ സന്തുഷ്ടരാണ്. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമദീപ ആശ്രമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം അമ്മയാൽ സ്ഥാപിതമായത് തന്നെ വലിയൊരു അത്ഭുതം പോലെയാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയും മഹത്തായ ഒരു ആശ്രമം ഉണ്ടാക്കാൻ അമ്മക്ക് സാധിച്ചത് തന്നെ ഒരു ഈശ്വര ചൈതന്യം തന്നെയാണ് അതിൽ നമുക്ക് ദൃഷ്ടമാവുന്നത്. ഇവിടെ വന്ന് ദൂരെ നിന്ന് വരികയാണ്, വടകരയിൽ നിന്നാണ് വരുന്നത്, മേമുണ്ടയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വന്ന ഞാൻ ഇവിടെ അമ്മ ഈ ഒരു ആശ്രമത്തിന് പിന്നെ അമ്മയെ ഒന്ന് സഹായിക്കണോ എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് സഹായം എന്ന നിലയിൽ എന്നെ നിയമിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുണ്ടായ കാരണം അത് തന്നെയാണ്. കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മ ഈ ഒരു ആശ്രമം സ്ഥാപിക്കാൻ എടുത്ത ഈ ഒരു ചുറ്റുപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മ എടുത്ത ആ തീരുമാനത്തെ നമുക്ക് പിന്താങ്ങാതിരിക്കാൻ വയ്യ. അത്രക്കും വലിയ ഒരു മഹത്തായ ഗ്രാമദീപം, ഗ്രാമത്തിനൊരു ദീപമായിട്ട് പ്രവർത്തിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ജനങ്ങൾ എത്ര കണ്ടത് മനസ്സിലാക്കുന്നുണ്ട് എന്നത് നമുക്ക് വിഷയമല്ല. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള ക്ലാസ്സുകളും അമ്മ എൻഗേജ് ചെയ്യുന്നുണ്ട്. അതിൽ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്, അന്തര്യോഗമായിട്ടാണ് നടക്കുന്നത്. ഡോക്ടർ പി രാമൻ അവരുടെ സ്വാമിജിയുടെ ഒരു ഗുരു, അമ്മയുടെ ഗുരുവായിട്ട് ഈ ഒരു മെമ്മോറിയൽ നടത്തി ഒരാശ്രമമായി ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഗ്രാമത്തിന് ദീപമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ്. അതിലമ്മ പല ക്ലാസ്സുകളും ഇവിടെ നടത്താൻ ശ്രമിക്കാറുണ്ട്. അതിൽ ആൾക്കാർ കുറേ ആൾ വരാറുണ്ട്, അതിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു സ്ഥാപനമായി ഇത് വളർന്നു വരിക. അപ്പോഴാണ് മീ ടു മീ എന്ന ഒരു പ്രോഗ്രാമിലേക്ക് അമ്മയ്ക്കൊരു പാരിതോഷികം കൊടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ വന്നതും അവിടെയുള്ള ആ ആശ്രമ അന്തരീക്ഷം കണ്ടതും ഒക്കെ വളരെ നല്ലത് തന്നെ. അമ്മയും ഇവിടെ സ്പിരിച്വലായി വളരാനുള്ള ജനങ്ങളെ, അതായത് അന്വേഷികളായി ജിജ്ഞാസുക്കളായി വരുന്നവർക്കൊക്കെ വേണ്ട രീതിയിൽ, എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലല്ലോ, ജിജ്ഞാസുക്കളായി വരുന്നവർക്ക് നല്ല രീതിയിൽ ഉപദേശം കൊടുക്കുകയും അതനുസരിച്ച് വേണ്ട രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതല്ലല്ലോ. ഭഗവാൻ പറഞ്ഞതുപോലെ എന്നെ സമീപിക്കുന്നവരിൽ 4 തരം ഭക്തന്മാരാണുള്ളത്. ഒന്ന് ആർത്തനാണ്, അർത്ഥാർത്ഥിയാണ്, ജിജ്ഞാസാണ്, ജ്ഞാനിയാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് വരുന്നവരിലും അങ്ങനെ ജിജ്ഞാസുക്കളുണ്ട്, അർത്ഥാർത്ഥികളുണ്ട്, ജ്ഞാനിയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അമ്മ ഉപദേശം കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അമ്മ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണുന്നത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആശ്രമം ഇവിടെ ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്ന് അമ്മക്ക് സാധിച്ചതിൽ തന്നെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇനി ആരും ഏതെങ്കിലും ഒരു ആതുരനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും, അതായത് അമ്മ അങ്ങനെ നിൻ്റെ അടുത്ത് പണമുണ്ടോ അല്ല നീ വയസ്സാണോ ഇതൊന്നും അമ്മ ശ്രദ്ധിക്കാറില്ല. അമ്മ എപ്പോഴും ആർക്കാണോ ഇവിടെ വരുന്നത് അവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ഏത് വിധത്തിൽ വേണമോ അങ്ങനെ നൽകുന്നതാണ് എൻ്റെ മുന്നിൽ എപ്പോഴും കാണാറുള്ളത്. അമ്മേൻ്റെ ആ കാര്യങ്ങൾ, അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ചൊരു സെൽഫ് അവിടെ ഇല്ല. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു ദ്വൈതഭാവമില്ലാത്ത ഒരു അദ്വൈത ഭാവത്തിൽ എല്ലാവരും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതാണ് ആ ഗ്രാമദീപം എന്ന അമ്മയുടെ പദ്ധതി. അപ്പോൾ അതിലെല്ലാവരും നിങ്ങളൊക്കെ വരുന്നത് ഓരോരുത്തരും ഓരോ സമയത്ത് ഇവിടെ വരുന്നുണ്ട്. അതിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ്. കാരണം ഇവിടെ അമ്മ കൊടുക്കുന്ന ആ ഒരു വെളിച്ചം എല്ലാവരും അതേപോലെ നുകരാൻ വരുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗ്രാമദീപ ആശ്രമത്തിനെ പറ്റി ഇനിയും പറയാനിരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് പറയേണ്ടത്, ഒന്നൊന്ന് പറഞ്ഞാൽ അത്
പൂർണ്ണമാവുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ പൂർണ്ണാവസ്ഥയിലുള്ള അമ്മയെ തന്നെ നമ്മൾ കാണുകയാണ്, ധ്യാനിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ കഴിയാണ് എന്ന് തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് വിരമിക്കുകയാണ്. നമസ്കാരം.